പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ വ്യത്യസ്ത തുറകളിലും വ്യത്യസ്ത മേഖലകളിലും കർത്താവ് നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നടത്തിയതായ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷിബി സൂസൻ ജോർജ് ആണ്. കർത്താവിൻ്റെ ദാസി ജോർജ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാജസ്ഥാനിലെ ഒരു മിഷണറിയുടെ മകൾ പ്രിയ പാലിയങ്കിൾ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാലിയങ്കിളുടെ മകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മിഷണറി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട പ്രിയ കർത്താവിൻ്റെ ദാസി ഇന്ന് ഡെറാഡൂണിലെ ഡൂൺ ബൈബിൾ കോളേജിലെ അധ്യാപകിയായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ തിരക്കുകളുടെ ഇടയിലും സമയം വേർതിരിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. ആകയാൽ നമുക്കെല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷിബി സൂസൻ ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൻ്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് ഷിബി സൂസൻ ജോർജ്. ഞാൻ ഡെറാഡൂണിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഡെറാഡൂണിലെ ദൈവത്തിൻ്റെ വേലയോട് ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ ജെയ്സൺ ജോർജ്. 2 ആൺകുഞ്ഞുങ്ങളുണ്ട് എനിക്ക്. ഞങ്ങൾക്ക് ജെറമി, അലൻ. മൂത്ത മോൻ കോളേജിൽ അഡ്മിഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോന് 3ാം ക്ലാസ്സിലായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അതെ, പ്രിയ കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അവസരം അരോമ ടിവിയോട് ഒപ്പം എനിക്ക് ഈ പ്ലാറ്റ്ഫോമില് ദൈവം ചെയ്ത ഉപകാരങ്ങളെയും ദൈവം ചെയ്ത അത്ഭുത വഴികളെ ഓർത്ത് പറയുന്നതിൽ അധിക സന്തോഷമുണ്ട്. പ്രത്യേകാൽ പാസ്റ്റർ ഡാനിയൽ ജോണിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഈ മിനിസ്ട്രിക്കായിട്ട് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം തുടരട്ടെ. എൻ്റെ ബാല്യകാലത്തെ പറയുന്നതിന് മുമ്പ് എൻ്റെ പിതാവിനെ പറ്റി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എൻ്റെ പിതാവിൻ്റെ രക്ഷയാണ് ഞങ്ങളെ ഈ രക്ഷയിലേക്ക് വരുന്ന ആ ഒരു അനുഭവമാണ് ഞങ്ങളെയും ഈ വഴിയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. എൻ്റെ പിതാവ് ഒരു മാർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സാധാരണ എല്ലാവരും ചെയ്യുന്ന എല്ലാ രീതിയിലും ഒരു ട്രഡീഷണൽ, ഒരു റിച്വൽ പോലെ തൻ്റെ ജീവിതം, ആത്മീയരാണെന്ന് പറഞ്ഞ കുടുംബ പ്രാർത്ഥനയുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള അങ്ങനത്തെ ഒരു ബന്ധം ദൈവവുമായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചനാണെങ്കിലും ഒരു വളരെയധികം മദ്യപാനിയും എല്ലാം ആയിരുന്നു. ആ സമയത്ത് എൻ്റെ വലിയമ്മച്ചിക്ക് ബ്ലഡ് ക്യാൻസർ വരുവാനിടയായി. ബ്ലഡ് ക്യാൻസർ വന്നിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും അന്നത്തെ കാലത്ത് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർമാര് വിധി എഴുതി, ഇനി രക്ഷയില്ല, വീട്ടിൽ കൊണ്ട് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞ് അമ്മച്ചിയെ പറഞ്ഞു വിടുന്ന സമയത്ത് ആ ദിവസങ്ങളിലൊക്കെ കാളവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അപ്പച്ചൻ കാളവണ്ടിയിൽ ഏകദേശം തിരിച്ച് ചണ്ണപ്പട്ടയിലൊക്കെ എത്താനൊക്കെ ഒരു ഏകദേശം 1 ഡേ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തി അമ്മച്ചിയെ അങ്ങനെ വീട്ടിലാക്കി. അപ്പം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത്
ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ച് വാര്യാപുരം യോനാച്ചനപ്പച്ചനും ഒരു ജോർജ് സാർ, എടുത്തുവ ജോർജ് സാർ എന്ന് പറഞ്ഞ ഒരു സാറും, ഇവർ രണ്ടുപേരും ദൈവത്താൽ നിയോഗപ്പെട്ടു. അപ്പൊ ഈ കുടുംബമായിട്ട് വലിയ ബന്ധവുമില്ല, അറിയത്തുമില്ല. പക്ഷെ ദൈവം അവരെ ഈ ഭവനം കാണിച്ചു, അമ്മച്ചിയെ കാണിക്കുവാനിടയായി. അങ്ങനെ അവര് ആ വീട്ടിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന്, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് അപ്പച്ചനോട് ചോദിച്ചപ്പോൾ, അപ്പച്ചനപ്പം മാർത്തോമ പശ്ചാത്തലത്തിലായോണ്ട്, അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയും കൂടെ ആയോണ്ട് അപ്പച്ചൻ പറഞ്ഞു വേണ്ട, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അവരെ പറഞ്ഞു വിടുവാനും ഇടയായി. അപ്പൊ അങ്ങനെ അമ്മച്ചി അകത്തുനിന്ന് കേട്ടിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ചില ദിവസങ്ങളും ഇനി ബാക്കിയുള്ളൂ. അമ്മച്ചി അന്നേരം വേഗം തന്നെ പറയുവാനിടയായി, എന്തായാലും അവര് വന്നതല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ എന്ന ഒരു ദീനസ്വരത്തോടു കൂടി പറഞ്ഞ സമയത്ത് അപ്പച്ചൻ അത് സമ്മതിച്ചു. പാസ്റ്റർമാരകത്ത് കടന്നു വന്ന് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. പത്രോസിന്റെ അമ്മായിമ്മ ഉടനെ എണീച്ച് അവരെ ശുശ്രൂഷിച്ചതുപോലെ അമ്മച്ചി ഇൻസ്റ്റന്റ് ഒരു ഹീലിംഗ് ആയിരുന്നു അമ്മച്ചിക്ക് ലഭിച്ചത്. മരണത്തോട് മല്ലടിച്ച് ചില ദിവസങ്ങളെ ഉള്ളെന്ന് പറഞ്ഞ അമ്മച്ചി, ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ആയ അമ്മച്ചി അന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് സുഖം പ്രാപിക്കുകയും ആ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുകയും ചെയ്ത് മാത്രമല്ല, അതിനുശേഷം അമ്മച്ചി 30 വർഷം 30 ലോങ് ഇയേഴ്സ് ജീവിക്കുവാനിടയായി. അവസാന സമയത്ത് ഞങ്ങളുടെ അടുത്ത് രാജസ്ഥാനില് കടന്നു വന്ന് അമ്മച്ചി അവിടെ വച്ചാണ് അമ്മച്ചിയുടെ പ്രാണൻ പോകുവാനും ഇടയായ. അമ്മച്ചി അടക്കം ചെയ്തതും രാജസ്ഥാനിലാണ്. അപ്പം ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അപ്പൊ കുടുംബമായിട്ട് എന്റെ മാവിമാര് രണ്ടുപേരെ മാർത്തോമായിൽ ഓൾറെഡി വിവാഹം കഴിഞ്ഞു. പക്ഷെ ഈ അനുഭവത്തോടു കൂടി ബാക്കി എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി. അവർ ചർച്ച് ഓഫ് ഗോഡില് പോയി സ്നാനപ്പെടുവാനും ചർച്ച് ഓഫ് ഗോഡ് സഭാംഗത്വമായിട്ട് ചേർന്ന് ജീവിപ്പാനും ദൈവം അവരെ സഹായിച്ചു. അങ്ങനെ ഇരിക്കൽ എൻ്റെ പപ്പയാണെങ്കിൽ ആ സമയത്ത് റെയിൽവേയിൽ ജോലിയോടുള്ള ബന്ധത്തില് രാജസ്ഥാൻ കോട്ടായിലായിരുന്നു. അപ്പൊ കോട്ടായിലായിരുന്നപ്പം പപ്പായ്ക്ക് ഈ വിവരം ലഭിക്കാനിടയായി. അങ്ങനെ വിവരം ലഭിച്ച ഉടനെ പപ്പ നാട്ടിലേക്ക് കടന്നു പോകുവാനും ഈ ജോർജ് സാർ അങ്കിള് പപ്പായുടെ സുവിശേഷം പറയുവാനും പപ്പ അന്നേരം തന്നെ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുവാനും ഇടയായി. അങ്ങനെ പപ്പായും സ്നാനപ്പെട്ട് മടങ്ങിയെത്തുന്നത് വീണ്ടും കോട്ടായിൽ ജോലിക്കായിട്ട് മടങ്ങിയെത്തുന്നു. അപ്പൊ ആ ആരംഭകാലത്തെ തീഷ്ണതയില് ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന സമയങ്ങളിൽ പപ്പ പുറത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നു പോകുവാനിടയായി. അന്നേരം ആ സമയത്ത് കോട്ടായില് ഡോക്ടർ എം.എ. തോമസ് എന്ന് പറഞ്ഞ അപ്പച്ചന് അവിടെ ഒരു മിനിസ്ട്രി, ഇമ്മാനുവൽ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ചേർന്ന് സുവിശേഷ വേലയ്ക്ക് പോകുകയും ഗോസ്പൽ ട്രാക്ട്സ് കൊടുക്കുകയും ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ പപ്പ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കല് പപ്പയുടെ ഒരു കൂട്ടുകാരൻ, ബാങ്ക് മാനേജറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ ബാബുക്കുട്ടി അങ്കിളും ഒരു രാജൻ അങ്കിളും കൂടെ കൂടി, ഇവർ 3 പേരും കൂടെ കൂടി ഒരു ദിവസം ഹോസ്പിറ്റലിൽ, കോട്ട മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പെർമിഷൻ വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടുത്തെ CMHO അഡ്മിനിസ്ട്രേറ്ററോ CMHO ആരോ ദേഷ്യപ്പെട്ടിട്ട് പപ്പായോട് ഇവിടെ ആരും പ്രാർത്ഥിക്കണ്ട, ഇവിടെ അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പപ്പായെ തള്ളി ഒത്തിരി വഴക്കും പറഞ്ഞു. എന്നിട്ട് തള്ളിയപ്പോൾ ഭിത്തിയിലെ ഈ മൊട്ടാണി പപ്പയുടെ നെറ്റിയില് മുറിഞ്ഞ് ആ പാട് ഇപ്പോഴും മരിക്കുന്നവരെ ആ പാട് നമുക്ക് കാണാമായിരുന്നു. 5 സ്റ്റിച്ചസ്, 4-5 സ്റ്റിച്ചസ് നെറ്റിയിൽ വരിക. അപ്പൊ നട്ടുച്ച സമയമായപ്പോൾ ഒത്തിരി ബ്ലഡൊക്കെ പോയി, പല പ്രയാസങ്ങളുണ്ടായി. പക്ഷെങ്കിൽ അതിനുശേഷം പപ്പ റൂമിലേക്ക് കടന്നു വന്ന്, അപ്പൊ വിവാഹിതനൊന്നും അല്ല, റൂമിലേക്ക് കടന്നു വന്നതിന് ശേഷം പപ്പ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അന്നത്തെ രാത്രി പപ്പ റെസ്റ്റ്ലെസ് ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അന്ന് രാത്രി സംസാരിക്കുവാനിടയായി. ദൈവവേലയ്ക്ക് വേണ്ടി അന്ന് രാത്രി സമർപ്പിക്കുകയും പിറ്റേ ദിവസം രാവിലെ ചെന്ന് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് ടെലിഗ്രാം അയച്ചു, ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നു, ഞാൻ ജോലി റിസൈൻ ചെയ്തെന്ന്. അപ്പൊ ആരും വലുതായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. പപ്പാടെ ഒരു ജ്യേഷ്ഠന്
സുവിശേഷ വേലയിലായിരുന്നുകൊണ്ട് ജ്യേഷ്ഠൻ പപ്പായോട് പറഞ്ഞു, നിന്നെ ദൈവം വിളിച്ചത് നിനക്ക് ഉറപ്പുണ്ടോ? എന്നാൽ അബ്രാഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കും എന്ന് ആ, ഈ ഉറപ്പുണ്ടെങ്കിൽ നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ജ്യേഷ്ഠൻ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. ബാക്കി ആരും പപ്പായെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. അന്നത്തെ കാലത്ത് ഒരു റെയിൽവേയിൽ ജോലി ലഭിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് ഒരാള് നല്ലൊരു ജോലിയിലായോണ്ട് വലിയൊരു സപ്പോർട്ട് അല്ലായിരുന്നു. പക്ഷെങ്കിൽ എതിർപ്പ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ വലിയ സപ്പോർട്ട് ചെയ്തില്ല ആ ഡിസിഷന്. അപ്പൊ അതിനുശേഷം ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചു. പഠിച്ചതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഞാൻ എവിടാണ് വേലയ്ക്കായിട്ട് കടന്നു പോകേണ്ടത്? അപ്പൊ ഒരു ഗ്യാപ്പ് പീരീഡ് ഉണ്ടായിരുന്നു, 1 ഇയർ ഗ്യാപ്പ് പീരീഡ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് പീരീഡിൽ ഭീൽവാഡ എന്ന സ്ഥലത്ത് 1 വർഷം അവിടെ വേല ചെയ്യുവാൻ, ഒരാടെ കൂടെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് പപ്പ വിവാഹം കഴിക്കുന്നത്. അപ്പം പപ്പ വിവാഹം കഴിച്ച് മമ്മിയുമായിട്ട് കടന്നു വരുമ്പോൾ ആ സമയത്ത് രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയായി. ദൈവമേ ഞങ്ങളെ ഒരു സ്ഥലം കാണിക്കണമേ, ഒരു വേല സ്ഥലം നീ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു പാലി മാർവാഡ് എന്ന സ്ഥലം രാജസ്ഥാനില് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുവാനിടയായി. അങ്ങനെ രണ്ടുപേരും ആ സമർപ്പണത്തോടുകൂടി പാലി എന്ന പ്രദേശത്ത് വേല ആരംഭിപ്പാനായി കടന്നു പോകുകയും അവിടെ വേല ആരംഭിച്ചുകൊണ്ടിരുന്ന അപ്പൊ ആദ്യ കാലത്തിലൊക്കെ ഒത്തിരി വലിയ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ, ജോലിയൊക്കെ രാജിവെച്ച് ഇറങ്ങിയതല്ലേ. അപ്പം വീട്ടിൽ നിന്നും വലുതായിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഒന്നുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് വിശ്വാസത്തോടു കൂടി തന്നെ വേല ചെയ്യുവാൻ ദൈവം തന്റെ ദാസന് കൃപ നൽകി. അധ്വാനിച്ചു, ഓടി. ഒത്തിരി പ്രാവശ്യം 6 പ്രാവശ്യം എൻ്റെ പപ്പായെ 6 മാസത്തേക്ക് എന്നാ ജീവനോടിരുന്ന സമയത്ത് 6 പ്രാവശ്യം എൻ്റെ പപ്പായെ 6 മാസത്തേക്ക് വിലക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഇത് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, ഇനി ട്രാക്സ് വേല ചെയ്യില്ലെന്നുള്ള താക്കീത് കിട്ടിയിട്ടുണ്ട്, ഗോസ്പൽ ട്രാക്സ് കൊടുക്കല്ല, വേല ചെയ്യില്ലെന്ന്. അങ്ങനെ അങ്ങനെ പപ്പ ഒത്തിരി കഷ്ടപ്പാടുകൾ കൂടി ആരംഭകാലത്ത് പലവട്ടം പട്ടിണി കിടക്കേണ്ട അവസ്ഥകൾ വന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചു. ആ സമയങ്ങളിൽ പപ്പായും മമ്മിയും ഒത്തിരി വേലയിൽ ബിസി ആയിരുന്ന സമയത്ത് അപ്പൊ രാവിലെ അവര് പ്രാർത്ഥിക്കുകയും ഉച്ചയാകുന്ന സമയത്ത് രണ്ടുപേരും സൈക്കിളിൽ ഇരുന്ന് ഗോസ്പൽ ട്രാക്സ് കൊടുക്കാനും സുവിശേഷം പറയുവാനും സൈക്കിളിൽ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് 3 വർഷമായിട്ടും അവര് ഒരു ഫാമിലിയെ പറ്റി ചിന്തിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും തലമുറകൾ വേണമെന്നുള്ള ചിന്ത അങ്ങനെ ഒരു ഭാരം ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ 3-4 വർഷം കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു തോട്ട് കടന്നു വന്ന സമയത്ത് അത് എന്തും കൊണ്ടാണെന്ന് ഒരു ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്തും എൻ്റെ മമ്മിയുടെ യൂട്രസ് ചുരുങ്ങിയതാണ്. അപ്പം ഒത്തിരി പ്രയാസമാണ് ഒരു തലമുറ ഉണ്ടാകാനെന്നുള്ളത് ഡോക്ടർ അന്ന് പറയുവാനിടയെ. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. വലിയ ട്രീറ്റ്മെന്റ് ഒന്നും പോകാനുള്ള കാശും കാര്യങ്ങളും ഒന്നുമില്ല അന്നത്തെ കാലത്ത്. അപ്പം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ കുഞ്ഞ്, അത് ആണായാലും പെണ്ണായാലും, ആ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ ആ വീട്ടിലെ ആദ്യത്തെ മകളായി, ഒരു പെൺകുഞ്ഞ് ആണ്, ആദ്യത്തെ കുഞ്ഞായിട്ട് ജനിപ്പാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ ജനനത്തിന് മുമ്പേ തന്നെ എൻ്റെ പപ്പായും മമ്മിയും എന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശ്വാസ ജീവിതം എന്നുള്ളത് പപ്പായും മമ്മിയും തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ജനിച്ചു കഴിഞ്ഞ് അവർ മാക്സിമം ട്രൈ ചെയ്തത്, അവർ പട്ടിണി കിടന്നാലും എനിക്ക് എന്ത് ഉണ്ട് അത് എനിക്ക് ലഭ്യമാക്കി തരാന് ഉള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പം 3 നേരത്തെ ഫുഡ് ഉണ്ടെങ്കിൽ അവര് 2 നേരം കഴിച്ച് എനിക്ക് 3 നേരം തരും. അപ്പൊ 2 നേരത്തെ ഫുഡ് ബാക്കിയുള്ളെങ്കിൽ അവര് 1 നേരം കഴിച്ച് 3 നേരം എനിക്ക് തരും. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കുഴപ്പം വരാതെ അവർ നോക്കി. അങ്ങനെ ഇരിക്കലെ ഒരു ദിവസം ഞാൻ 3 വയസ്സുള്ളപ്പോ, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് മമ്മി പറയുന്നതായിട്ട്. 3 വയസ്സുള്ള പ്രായമുള്ള സമയത്തും ഞാൻ വീട്ടിൽ ഒന്നുമില്ല കഴിക്കാനും ഒന്നുമില്ല. അന്നേരം
അന്നേരം മമ്മി ആ, അവര് പട്ടിണിയാണ്. അവര് പട്ടിണി എന്ന് പറഞ്ഞാൽ അവര് കഴിക്കുന്നില്ല ഒന്നും, അവർ കയ്യിലില്ലാത്തോണ്ട് കഴിക്കുന്നില്ല. പക്ഷെ എനിക്ക് എന്തേലും തരണ്ടേ, ഞാൻ 3 വയസ്സുള്ള. അപ്പം മമ്മി പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിപ്പോയി കുറെ ചീര, കാട്ടുചീര, ഈ തന്നെ വളർന്നു വരുന്ന ചീരകള് ഒടിച്ചോണ്ട് വന്ന് അതിനെ തിളപ്പിച്ച് ആ വെള്ളം തിളപ്പിച്ച് എനിക്ക് തരുന്ന അങ്ങനെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാന് അത് സന്തോഷത്തിൽ, മമ്മി പറയുക, അതങ്ങ് സന്തോഷത്തോടങ്ങ് ആർത്തിയോടുകൂടി കുടിക്കുകയും ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്നാൽ അപ്പൊ മമ്മി പ്രാർത്ഥനയോടുകൂടി അതെനിക്ക് തരികയും പലവട്ടം അങ്ങനെ ഞാൻ മമ്മിയുടെയും പപ്പായുടെയും വിശ്വാസ ജീവിതത്തെ പറ്റി കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു 8 വയസ്സുള്ള പ്രായത്തിൽ അപ്പൊ എൻ്റെ പപ്പായ്ക്ക് എപ്പോഴും ത്രെറ്റനിങ് ആയിരുന്നു. കാരണം ഞങ്ങൾ പപ്പ വേല ചെയ്യാൻ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജൈനമാരുടെ സ്ഥലമായിരുന്നു. അപ്പം അവിടെ ഒരു എന്താ ഒരു ഡ്രൈ ലാൻഡാ, ഒരു സുവിശേഷത്തിന്റെ ഒരു ഡ്രൈ ലാൻഡായിരുന്നു. അപ്പൊ പപ്പ വന്ന സമയത്ത് അവര് എപ്പോഴും പപ്പയോട് പറയുന്നു, യു സ്റ്റോപ്പ് ആൻഡ് ഗോ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോ, ഇവിടെ ഇവിടെ നിൽക്കണ്ട, ഇവിടെ ഒരു മിഷൻ പ്രവർത്തനം ചെയ്യണ്ട, അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെ 8 വയസ്സുള്ള എനിക്കൊരു 8 വയസ്സുള്ള പ്രായമായപ്പോൾ എപ്പോഴും പപ്പ ത്രെറ്റനിങ് കൊടുക്കുമ്പോൾ അവര് പറയും, ഇനി നീ പോയില്ലെങ്കിൽ നിന്റെ ആഹ് മോളെ ഞങ്ങൾ, അപ്പൊ ഈ പപ്പ വന്നപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ത്രെറ്റനിങ്. അപ്പൊ പപ്പ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇവർ വായും കൊണ്ട് പറയത്തേ ഉള്ളൂ, ഇവരൊന്നും ചെയ്യത്തില്ലെന്നുള്ള ഒരു ചിന്തയില്ല, ചെയ്താലും ദൈവം ഉണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസം. പക്ഷെ 8 വയസ്സുള്ള എനിക്ക് 8 വയസ്സ് പ്രായമായ സമയത്ത് എൻ്റെ പപ്പ അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് 2ന്റെ എക്സാം, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ എക്സാം പിറ്റേ ദിവസം. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് റൂം, അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ, അപ്പൊ അങ്ങനെ വാടക വീട്ടില് ഫ്രണ്ട് റൂം ഉണ്ട്, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കഴിഞ്ഞിട്ട് ഒരു റൂം, പിന്നെ വേറെ ഒരു റൂം, അത് കഴിഞ്ഞ് കിച്ചണ്. അപ്പൊ ഇങ്ങനെ ട്രെയിൻ പോലാണ് ആ വീട്. എന്താ പറയുന്നത്, ഈ സ്ട്രീറ്റ് തൊട്ട് പുറയിലത്തെ സ്ട്രീറ്റ് വരെ. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് റൂമിൽ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുക. അപ്പം പിറ്റേ ദിവസം എൻ്റെ എക്സാം, പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പപ്പായും മമ്മി അറ്റത്തെ റൂമിലിരുന്ന് വർത്താനം പറയും. അവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു, അവരുമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എന്തുവാ എനിക്ക് സംഭവിക്കുന്നതെന്നൊന്നും പപ്പായും മമ്മി അറിയുന്നില്ല. ഞാന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ തലയും കുനിച്ച് പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരോ ഒന്ന് നടന്നു വരുന്നേ ഞാൻ അനുഭവിച്ചപ്പോ ഞാൻ തല പൊക്കുകയും എൻ്റെ വായിക്കകത്ത് ഒരു വലിയൊരു തുണി കഷ്ണം വായിക്കകത്തോട്ട് കുത്തിക്കരും. അപ്പൊ ഞാൻ അലയ്ക്കാൻ വേണ്ടി വാ തുറക്കുകയും എൻ്റെ ഈ നാക്കങ്ങ് മടങ്ങിപ്പോയി. അപ്പൊ അവര് ഈ തുണി കുത്തി കയറ്റിയപ്പോൾ എൻ്റെ നാക്കങ്ങ് മടങ്ങിപ്പോയി. അപ്പൊ എനിക്ക് ഒരു ശബ്ദം, പിന്നെ അവരെന്റെ കൈയും കെട്ടി കാലും കെട്ടി എൻ്റെ ഈ കഴുത്തിന് പിടിച്ച് ഞെരുക്കുന്നു. പല കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം. എന്നിട്ട് അവരെന്നെ എടുത്തോണ്ട് പോയി ഒരു രാജസ്ഥാനിൽ ഈ ബബൂൽ എന്ന് പറഞ്ഞ മുൾച്ചെടികളുണ്ട്. ബബൂൽ എന്ന് പറഞ്ഞ മുൾച്ചെടികളുള്ള പ്ലോട്ടുകൾ. അന്ന് പപ്പായൊക്കെ സമയക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തൊന്നും വീടുകളില്ല. അപ്പം മുൾച്ചെടി അവിടെ കൊണ്ട് എന്നെ ഇടുക. അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഡെഡായി, എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ. കാരണം ഇവരും അതുപോലെ എന്നെ ഇവര് എന്നെ മരിച്ചെന്ന് കണ്ട് ഇവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ആ മുൾച്ചെടിയുടെ അകത്തോട്ട് കൊണ്ട് എറിഞ്ഞപ്പോഴത്തേക്ക് മലയാളിയായിട്ടുള്ള ഒരു അങ്കിള്, ഹിന്ദു ആണ്, പക്ഷെങ്കിൽ പുള്ളി ജോലി കഴിഞ്ഞ് കടന്നു വരുന്ന സമയമാണ്. അപ്പം പുള്ളി ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോൾ മുൾച്ചെടിക്കകത്ത് ഏതോ ഒരു കൊച്ചിനെ നാലഞ്ച് ആണുങ്ങൾ കൂടി എന്തോ ചെയ്യുന്നെന്നുള്ള. അപ്പൊ ഈ മണിയങ്കിള്, പുള്ളിയുടെ പേര് മണി എന്നാണ്. അപ്പൊ മണിയങ്കിള് എന്തുവാ നീங்க ചെയ്യുന്ന കോല എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അലച്ചപ്പോ അവര് അവര് എന്നെ ഇട്ടിട്ട് അങ്ങ് ഓടിപ്പോവാന്. ഞാൻ സത്യം പറഞ്ഞ ഞാന് അൺകോൺഷ്യസ് ആയി. പക്ഷെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പ്രാണം പോയും ഇല്ല, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുക. അപ്പൊ ഞാന് മണിയങ്കിൾ അന്നേരം ഈ കൊച്ചു ഏതാന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് ആ മണിയങ്കിൾ നെഞ്ചത്തടിച്ച്, അയ്യോ അങ്കിളെ അങ്കിളെ, എന്റെ പപ്പായെ വിളിക്കുന്ന പാലിയങ്കിൾ, പാലിയങ്കളെ പാലിയങ്കളെ ബടാങ്കളെ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പപ്പായെ വിളിച്ചോണ്ട് വരുവാനിടയായി. പപ്പായെ വിളിച്ചോണ്ട് വന്ന് പപ്പായും മമ്മി ആകെ ഭയങ്കര വല്ലാത്ത ഒരു പ്രയാസത്തിലായിപ്പോയി. കാരണം എനിക്ക് ചലനമില്ല.
ഞാന് ശ്വാസം മുട്ടി എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്. പിന്നെ പെട്ടെന്ന് എനിക്ക് കോൺഷ്യസ് എത്തിയിട്ട് പെട്ടെന്ന് ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ ചെക്കപ്പ് ഒക്കെ ചെയ്തു. ബൈ ഗോഡ്സ് ഗ്രേസ് അവർ വേറെ ഒരു ദോഷം എനിക്ക് ചെയ്തില്ല. വേറെ ഒരു ദോഷം എന്റെ പൊങ്ങായിക്ക് പിടിച്ചേക്ക് ഞാൻ കോൺഷ്യസ് ഒക്കെ റീഗെയിൻ ചെയ്തു. പക്ഷെ ഞാൻ സംസാരിക്കുന്നില്ല. അത് ചിലപ്പോ ഒരു പക്ഷെങ്കിൽ എന്റെ നാക്ക് മടങ്ങിയോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഭയപ്പെട്ടിട്ടായിരിക്കും. ഞാൻ ഒരു വാക്ക് മിണ്ടുന്നില്ല. എന്റെ വായിക്കൂടെ എല്ലാം ഇങ്ങനെ ഈ വെള്ളം, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഷോക്കിന്റെ ഇത് വെച്ചായിരിക്കും, സോ ഡോണ്ട് വറി, നിങ്ങൾ അവക്കൊരു സ്പേസ് കൊടുക്കുക, ചെറിയൊരു മെഡിക്കേഷൻ തന്നിട്ട് എന്നെ വീട്ടിൽ വിട്ടു. ഇത് അറിഞ്ഞ ഉടനെ സഭക്കാരെല്ലാം കൂടെ വീട്ടിൽ വന്ന് സഭക്കാരെല്ലാരും കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയായി. ഇപ്പൊ ഇത് എന്താ സംഭവം, ആരാ ചെയ്തേ, എന്തുവാ ചെയ്തേ, എന്തുവാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ത്രെറ്റനിങ് ഒക്കെ ഉണ്ടെന്നുള്ളത് അറിയാം, പക്ഷെങ്കിൽ ആരാണെന്നൊന്നും അറിയത്തില്ല. നമ്മളിപ്പം എന്താ ചെയ്യണ്ടേന്നൊന്നും അറിയത്തില്ല. അപ്പൊ ദൈവസന്നിധിയിൽ വെക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ മമ്മി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്റെ മമ്മി പറഞ്ഞു, വേലയല്ലേ ചെയ്യണ്ടേ, നമുക്ക് നമ്മുടെ ദേശത്തെങ്ങാനും പോകാം, കേരളത്തിൽ മടങ്ങിപ്പോകാം. നമുക്ക് കേരളത്തിൽ മടങ്ങിപ്പോയി അവിടെങ്ങാനും പോയി വേല ചെയ്യാം. വേല ചെയ്താൽ പോരെ, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ മമ്മിയെ ഭയങ്കര കരച്ചിലും. എന്റെ പപ്പായ്ക്ക് അന്നേരം എന്താ ചെയ്യണ്ടേ, കാരണം മമ്മിയുടെ കരച്ചിൽ വാസ്തവമാണ്, മമ്മി കരയുന്നത് സത്യമാണ്. പക്ഷെ മമ്മിയെ എങ്ങനെ ആശ്വസിപ്പിക്കാണ്, പക്ഷെ പപ്പായ്ക്ക് ശരിക്കും ഉറപ്പുണ്ട് എന്നെ ദൈവം വിളിച്ചേക്കുന്ന പാലിയേക്കാണ്. എങ്ങനാണ് ഞാൻ അവിടുന്ന് വിട്ടുപോകുക? അപ്പൊ അങ്ങനെ ഇരിക്കെ മൂന്നാമത്തെ ദിവസം, അപ്പൊ എല്ലാ ദിവസവും സഭക്കാര് കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഞങ്ങൾക്കൊരു ബലം തരാൻ വേണ്ടി അപ്പൊ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ രാത്രിയിലെ ഒരു ഈവനിങ് മീറ്റിംഗില് അപ്പൊ കണ്ടിന്യൂസ് പ്രാർത്ഥന നടന്നു. മൂന്നാമത്തെ ദിവസം പപ്പ സഡൻലി എണീച്ചു പറഞ്ഞു, മമ്മി ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. മമ്മി നോർമൽ ആയിട്ടില്ല, മമ്മിക്ക് നാട്ടിൽ പോണോന്നുള്ള നിർബന്ധത്തിൽ നിൽക്കുകയാണ്. ആ പപ്പ അന്നേരം എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചേക്കുന്ന പാലിയിലാണെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പ് ഉണ്ടെന്ന് പപ്പ പറയുകയും, ഞാന് 3 ദിവസമായിട്ട് സംസാരിക്കാത്ത ഞാന് ഉറക്കെ ഹല്ലേലൂയാന്ന് പറയുവാനിടയായി. അപ്പൊ അന്ന് എന്റെ നാവിന്റെ ആ കെട്ടാണോ എന്തുവാ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ ആരാധിപ്പാൻ അന്നിടയായി. അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ അപ്പൊ പപ്പ പറഞ്ഞു, ഇന്ന് എനിക്ക് ഉറപ്പായി ദൈവം എന്നെ ഈ ദേശത്തേക്കാണ് വിളിച്ചേക്കുന്നത്, ഞാൻ ഇവിടുന്ന് എങ്ങും ഓടിപ്പോകാൻ പോകുന്നില്ല, ഇവിടെ എന്ത് കഷ്ടപ്പാട് വന്നാലും ഞാൻ ഇവിടെ തന്നെ നിന്ന് ദൈവത്തിന്റെ വേല ചെയ്യുമെന്നുള്ളത് പപ്പ ഉറച്ചു തീരുമാനിക്കുവാനിടയായി. അങ്ങനെ ഇരിക്കെ എന്നെ ചെറുപ്രായം മുതൽ നിന്നെ സുശേഷ വേലയ്ക്കായിട്ട് വിളിച്ചതാണ്, സുശേഷ വേലയ്ക്ക് ഉള്ളതാണ്. അപ്പൊ ഏത് സമയത്തും എന്നെ ആ കാര്യത്തിൽ കോൺഷ്യസ് ചെയ്യുന്ന ഒരു സ്വഭാവം പപ്പായ്ക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. 10 വയസ്സ് പപ്പയുടെ ഒരു നിർബന്ധമായിരുന്നു. 10 വയസ്സാകുമ്പോൾ എൻ്റെ 3 കുഞ്ഞുങ്ങളും, എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്, അപ്പം എൻ്റെ 3 കുഞ്ഞുങ്ങളും 10ാമത്തെ ബർത്ത്ഡേയിൽ സുവിശേഷത്തെ പറ്റി ഞാൻ അവരോട് പറയും. അവര് യേശുവിനെ, അതൊരു പപ്പായുടെ ഒരു നിർബന്ധം, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അതിന്റെ ലോജിക്ക് എന്താണെന്ന്, പക്ഷെ പപ്പായ്ക്ക് ഒരു നിർബന്ധമാണ് 10ാമത്തെ വയസ്സിൽ ഞങ്ങൾ 3 പേരും യേശുവിനെ സ്വന്തം രക്ഷിതാവെന്ന് സ്വീകരിക്കണം. അപ്പം 10ാമത്തെ ബർത്ത്ഡേ ആയപ്പോൾ എന്നെ വിളിച്ചു പപ്പ സുവിശേഷം പറയുവാനിടയായി. അതപ്പോ ഒരു കുഞ്ഞു മനസ്സിൽ ഞാൻ യേശുപ്പച്ചനെ ഒത്തിരി കരയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുട്ടും കുത്തിയിരുന്ന് പപ്പയുടെ കൂടെ കരയുന്നത്, പപ്പ പ്രാർത്ഥന പറയുന്നത് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, യേശുവിനെ സ്വന്തം രക്ഷിതാവെന്ന് സ്വീകരിക്കുന്നത്. അതിന്റെ പിന്നീട് ദൈവം സ്ലോലി അതിന്റെ ഘനത്വം എന്താണെന്ന് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനും അതിനെ അറിയുവാനും എനിക്കിടയായി. അങ്ങനെ ഇരിക്കല് ഞാനപ്പം 10ാം വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവെന്ന് സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ സ്നാനത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സ്നാനത്തിന് അപ്പം എനിക്കൊരു 14 വയസ്സായപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്ക് സ്നാനപ്പെടണം. പപ്പ പറഞ്ഞു, മോളെ ഇച്ചിരി കൂടെ കഴിയിട്ട്
ഇച്ചിരൂടെ കഴിയട്ടെ. ബട്ട് എനിക്ക് അങ്ങ് നിർബന്ധമായി. കാരണം ഞാൻ വചനം ശരിക്കും വായിക്കുമ്പോൾ എനിക്ക് നിർബന്ധം. അപ്പൊ പപ്പ ഇച്ചിരി കൂടെ കഴിയട്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, പപ്പ സ്നാനം കഴിഞ്ഞിട്ട് ബൈബിളില് പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം കൂടെ വേണം. അപ്പം എനിക്ക് എല്ലാം കൂടി ഇപ്പം പപ്പ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്നാനം തരണമെന്ന് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞ് പപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി പപ്പയുടെ വീട്ടുകാരെല്ലാം ചർച്ച് ഓഫ് ഗോഡ് പെന്തിക്കോസ് അനുഭവത്തിലായിരുന്നെങ്കിലും പപ്പ വളർന്നു വന്നത് ചർച്ച് ഓഫ് ഗോഡിലല്ല, ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പൊ പപ്പായ്ക്ക് ഇത് അങ്ങോട്ട് പെട്ടെന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എൻ്റെ മമ്മി ഒരു ചർച്ച് ഓഫ് ഗോഡിലെ DP-യുടെ മോളാണ്. അപ്പൊ എൻ്റെ മമ്മി പെന്തിക്കോസുകാരി. അപ്പൊ എൻ്റെ മമ്മിയുടെ സപ്പോർട്ടോടുകൂടി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പരിശുദ്ധാത്മ അഭിഷേകം ത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇരുന്ന് ഒരു പ്രാവശ്യം അപ്പൊ ഞാൻ 14-ാമത്തെ വയസ്സിൽ പപ്പ എനിക്ക് ഞാൻ സ്നാനപ്പെടുവാനിടയായി. ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ 15ാമത്തെ വയസ്സിൽ ഞാൻ 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ഞാൻ അഭിഷേകത്തിന് വേണ്ടി ഒത്തിരി ഉപവാസം എടുത്തു. ചിലപ്പോൾ 7 എടുക്കും, ചിലപ്പോൾ 3 എടുക്കും. ഇങ്ങനെ ഉപവാസം എടുത്ത് 3ഒക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് അഭിഷേകം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങ് നിർബന്ധം പിടിച്ചു, ദൈവമേ എനിക്ക് തരണം, പക്ഷെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്കിത് വേണം കർത്താവേ എന്ന് പറഞ്ഞ് നിർബന്ധത്തോട് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. അപ്പൊ ഞാൻ സമയം നോക്കുന്നുണ്ട്. ഞാൻ കർത്താവേ ഇന്ന് 12 മണിക്ക് മുമ്പേ ഞാൻ എൻ്റെ ഉപവാസം തീരും, ഇന്ന് 12 മണിക്ക് മുമ്പേ എനിക്ക് പരിശുദ്ധാത്മ വിഷയമാണ്. 11:55 എനിക്ക് ഒരു ചലനം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കല് ഞാനൊരു ഓഡിബിൾ വോയിസ് കേൾക്കുവാനിടയായി. ഓഡിബിൾ വോയിസ് ഇങ്ങനാണ്, ഒരു ദർശനം കണ്ടു. ഒരു ദർശനം കണ്ടത് എന്തുവാ, കുറെ മീനുകള് കരയിൽ കിടന്ന് പെടയുന്നു. അപ്പൊ എന്നോടൊരു ശബ്ദം ചോദിക്കുകയാണ്, നീ ഈ മീനിനെ ആ വെള്ളത്തിലേക്ക് എറിയുവോ? അത് ജീവിക്കേണ്ടതിന് നീ ഈ മീനിനെ തിരികെ വെള്ളത്തിലേക്ക് എറിയാൻ സഹായിക്കുവോന്ന്. ആ വെള്ളത്തിലേക്ക്, ഹിന്ദിയിൽ ഞാൻ പറയട്ടെ, ക്യാ യേ ജീനെ കെ ലിയേ ക്യാ ഇസേ തൂ ഉസ് പാനി മേ വാപ്പസ് ഡാലേഗി. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ട ഉടനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇത് ആരാണ്? എനിക്കൊരു ഒരു ഒരു പെട്ടെന്ന് ആ മുറിയെല്ലാം ഒരു പ്രകാശം പോലായി. ഇപ്പൊ ഞാൻ മുട്ടുമേലിരിക്കുക, പപ്പായും മമ്മിയൊക്കെ ഉറങ്ങുക, ഞാൻ പാതിരാത്രിയില്ല മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുക. സഡൻലി എൻ്റെ നാക്കിനെ ആരോ ടച്ച് ചെയ്ത പോലെ ഒരു 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 എന്തോ ഒരു സ്പർശനം. അപ്പൊ ഞാൻ അങ്ങ് എന്തുവാന്നറിയത്തില്ല, ഒരു ശക്തി ലഭിച്ചു. ആദ്യം കുറച്ച് ശക്തി ലഭിച്ചു, ഞാൻ ഇങ്ങനെ ആരാധിച്ചു. അത് കഴിഞ്ഞ് ചില വേർഡ്സ് ഉച്ചരിക്കാൻ തുടങ്ങി. പപ്പായും മമ്മി അത് കേട്ട ഉടനെ കൂടെ വന്നിരുന്നു. പപ്പായും മമ്മിയും മുട്ടും കുത്തി എൻ്റെ കൂടെ ഇരുന്നു. മമ്മി ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നുകൊണ്ട് കൂടെ ഇരുന്ന് ആരാധിച്ച് അങ്ങനെ. പിന്നെ പപ്പ ഇതിനെ പറ്റി ഒരു എതിർപ്പ് പറയാതെ, പപ്പായ്ക്ക് കിട്ടിയിട്ടില്ല, അന്യഭാഷ കിട്ടിയിട്ടില്ല, പക്ഷെങ്കിൽ പപ്പ ഇതിനെപ്പറ്റി ഒരു എതിർപ്പ് പറയാതായി. കാരണം പപ്പ അതില്ല, എൻ്റെ ജീവിതത്തിൽ അത് പപ്പ ശരിക്കും കാണുവാൻ. പിന്നെ മെല്ലെ ഞാൻ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ദൈവമേ, പപ്പ അഭിഷേകം പ്രാപിക്കണം, പപ്പായ്ക്ക് ഈ പരിശുദ്ധാത്മ അഭിഷേകം വേണം, അന്യഭാഷയുടെ ഇത് വേണം. അങ്ങനെ ഇരിക്കെ ഒരു ആരാധനയിൽ കാത്തിരിപ്പ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ദൈവദാസന്മാർ നാട്ടിൽ നിന്ന് 5 പേര് വന്നിട്ടുണ്ട്. കാത്തിരിപ്പ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പപ്പ ആരാധനയുടെ മധ്യത്തില് ഞാൻ നോക്കുമ്പോൾ പപ്പ നിലത്തല്ല, പറന്ന് പറന്ന് ആ ഒരു അനുഭവം ഞാൻ ഇന്നും എൻ്റെ കണ്ണിന്റെ മുമ്പിലുണ്ട്. പപ്പ നിലത്തല്ല, കാല് പപ്പയുടെ നിലത്തല്ല, ഇങ്ങനെ പറന്നു പപ്പയ്ക്ക് അന്ന് പപ്പായ്ക്ക് ഒരു പരിശുദ്ധാത്മാഭിഷേകം ലഭിപ്പാനിടയായി. അങ്ങനെ എനിക്ക് അന്യഭാഷ വർദ്ധിപ്പിക്കണമെന്നുള്ളത് ഞാൻ പൗലോസ് പറയുന്ന ഒരു ഫാൻ ഇൻ ടു ഫ്ലെയിം, അതിനെ ഫാൻ ഇൻ ടു ഫ്ലെയിം ചെയ്യാൻ. അപ്പൊ അതിനെ നല്ല വർദ്ധിപ്പിക്കാൻ ഞാൻ രാത്രിയിലെ പപ്പ എതിർപ്പല്ലെങ്കിലും പപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാനിങ്ങനെ ചെയ്യുന്നത്.
ഞാൻ അതിരാവിലെ എണീച്ച് 4 മണിക്ക്, ആരും കേൾക്കത്തില്ലല്ലോ, 4 മണിക്ക് ഇന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ പോയി ഇരുന്ന് ഞാനും എൻ്റെ പപ്പാടെ പെങ്ങടെ മോളുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അന്യഭാഷയിൽ മണിക്കൂറുകൾ, 4 മണിക്ക് വെളുപ്പിന് കൊതിയാ ഇത് അന്യഭാഷയുടെ ഇത് വർദ്ധിപ്പിക്കണം എനിക്ക് ദൈവത്തിന്റെ ഓത്ത്. ആ കൊതിയോടുകൂടി ഞങ്ങൾ രണ്ടുപേരും പോയി സ്കൂൾ ഗ്രൗണ്ടിൽ ഇരുന്ന് മണിക്കൂറുകൾ അന്യഭാഷയിൽ തന്നെ ഇരുന്ന് ആരാധിച്ച് അങ്ങനെ ദൈവം ആ സമയങ്ങളിൽ ഒത്തിരി ദർശനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ ഒരു പതിവുണ്ടായിരുന്നു, എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ശേഷം സഹോദരന്മാര് ഗോസ്പൽ ട്രാക്സ് കൊടുക്കാൻ വില്ലേജുകളിലേക്ക്, സിറ്റികളില്, പല സ്ഥലങ്ങളിൽ കടന്നു പോവുകയും സഹോദരിമാര് ആ സമയങ്ങളിൽ സഭയിലിരുന്ന് സഹോദരന്മാരുടെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു എല്ലാ ആഴ്ചയിലും ഒരു പതിവാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് മടങ്ങി വരികയും സഹോദരിമാരിന്ന് പ്രാർത്ഥിക്കുകയും സഹോദരന്മാര് സുശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയും അങ്ങനെ ചെയ്യുന്ന ഒരു പതിവില്ല. ഒരു 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 ദിവസം ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായിട്ട് ഇടപെടുവാനിടയായി. മാർവാഡ് എന്ന സ്ഥലത്ത് ഞങ്ങള് അന്ന് ഇതിനു വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി എന്നോട് സംസാരിക്കുന്നു. അവിടെ ഒരു കട്ടിലയില്, അപ്പം നാട്ടില് ഈ കയറും കൊണ്ടുണ്ടാക്കുന്ന കട്ടിലയില് ഒരു രോഗിയായിട്ടിരിക്കുന്ന സ്ത്രീയെ നിങ്ങൾ കാണും. അതിനു വേണ്ടി നിങ്ങൾ നിശ്ചയമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കടന്നു വരണം എന്ന് ഞാൻ അത് സഭമധ്യേ പറയും. അങ്ങനെ തന്നെ അന്ന് ആ ആഴ്ചയിൽ അവർ കടന്നു പോകുമ്പോൾ ആ അമ്മച്ചിക്ക് വേണ്ടി, ആ കട്ടിലെ കിടക്കുന്ന അമ്മച്ചി, രോഗിയായിട്ട് കിടക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ അമ്മച്ചി സുഖം പ്രാപിക്കുകയും ഇന്ന് മാർവാഡില് അത് കാരണം ഒരു സുവിശേഷ പ്രവർത്തനം അവിടെ ആരംഭിക്കുവാനിടയായി. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ്, വലിയ സപ്പോർട്ടൊന്നുമില്ല പാസ്റ്ററെ, നമുക്കിപ്പം പെന്തക്കോസ്ത് ആരാധനയ്ക്കായിട്ടുള്ള വലിയൊരു പിന്നിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടും, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ സ്വയമേ വളർത്തിയെടുത്ത് അങ്ങനെ ഞങ്ങൾ വളർന്നു വന്ന സമയത്ത് പപ്പായയും ദൈവം ആ വഴിയിലേക്ക് പുറത്തു കൊണ്ടുവരുവാനിടയായി. അങ്ങനെ ശക്തമായി സുവിശേഷ വേലയിൽ പപ്പ പ്രയോജനപ്പെടുവാനും ചിൽഡ്രൻസ് ഹോം, സ്കൂള്, പല ചർച്ച് പ്ലാന്റിങ് എല്ലാം ചെയ്തു കഴിഞ്ഞ് 47 വർഷം പാലിയുടെ പ്രദേശത്ത് പപ്പ സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞ 2023 ജൂലൈ 2 ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനും ഇടയായി. 47 വർഷം പാലിയുടെ പ്രദേശത്ത് പപ്പായെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ആ വിളിയെ 10ാം ക്ലാസ്സിൽ ഞാൻ ആ ദർശനം കണ്ട അന്ന് തൊട്ട് ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ സമർപ്പിച്ച്. ഞാൻ തന്നെ, മറ്റേ പേരൻസ് എന്നോട് പറയുമായിരുന്നു, നീ സുവിശേഷ വേലയ്ക്കുള്ളതാണ് പറയും. പക്ഷെ എനിക്ക് സ്വയമേ ഒരു ബോധ്യം ആ 10ാം ക്ലാസ്സിൽ ആ ദർശനത്തോടു കൂടി, കാരണം ഞാൻ ഒരു ഓഡിബിൾ വോയിസ് ആണ് കേട്ടത്. ഓഡിബിൾ വോയിസ് അതെന്നെ ബലപ്പെടുത്തി. അപ്പോ ജീവിതത്തിൽ ചലഞ്ചസ് വന്നില്ല, ഡൗൺഫോൾ വന്നില്ല, ഡൗൺഫോളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു ഓഡിബിൾ വോയിസ് എന്നെ റീഗെയിൻ ചെയ്തെടുക്കുകയും ഈ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിപ്പാനും ദൈവം കൃപ നൽകി. അപ്പൊ എൻ്റെ BA പഠിത്തത്തിന് ശേഷം ഞാൻ എൻ്റെ പിതാവ് എന്നോട് ചോദിക്കുവാനിടയെ, നിനക്ക് എന്താ ചെയ്യണ്ടേ, മുമ്പോട്ട് പഠിക്കണോ, എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ BAക്ക് ശേഷം ഞാൻ ഗോസ്പൽ ഫോർ ഏഷ്യ കേരളത്തിൽ തിരുവല്ലയില് ഞാൻ എൻ്റെ MDiv പഠനത്തിനായിട്ട് ഞാൻ കടന്നു പോകുവാനിടയായി. അവിടെ 3 വർഷം പഠിച്ചതിന് ശേഷം ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്കൊരു ആലോചന കടന്നു വരികയും ഞങ്ങൾ അങ്ങനെ വിവാഹിതരായി. അപ്പം ജെയ്സ്റ്റാൻ അന്നേരം പായിപ്പാട് ബൈബിൾ കോളേജില് ന്യൂ ഇന്ത്യ ബിബ്ലിക്കൽ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ജെയ്സ്റ്റാനുമായിട്ട് വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ പായിപ്പാട്, അപ്പൊ എനിക്ക് ജോലിയൊന്നുമില്ല, ഞാനും ജെയ്സ്റ്റാനും കൂടെ, ജെയ്സ്റ്റാന് രാവിലെ കോളേജിൽ പോകും, പിന്നെ വൈകിട്ടത്തെ സമയത്ത് ദൈവം സഹായിക്കും, ഞങ്ങൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ
ഗോസ്പല് കൊടുക്കാനും ട്രാക്സ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ കടന്നു പോകുമായിരുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ശുശ്രൂഷകൾ. പിന്നെ ജയിച്ചാന് ശുശ്രൂഷയും കൂടെ ഉണ്ടായതുകൊണ്ട് പലയിടത്തും വിളിക്കുകയും അവിടെ എല്ലാം ശുശ്രൂഷകൾക്ക് കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും, ഇതെല്ലാം ജീവിതത്തിൽ ഒരു ആത്മീയ അന്തരീക്ഷത്തിലെല്ലാം വളർന്നെങ്കിലും വിശ്വാസ ജീവിതം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന പ്രൊവിഷൻ, ഡിവൈൻ പ്രൊവിഷൻ എന്തുവാണെന്നുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമല്ല, അറിയത്തുമില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ പേരൻസിനോട് എനിക്ക് ചോദിക്കാം, അന്നേരം തന്നെ എൻ്റെ കയ്യിൽ സാധനമുണ്ട്. അപ്പം എനിക്ക് വിശ്വാസ ജീവിതം എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പൊ വിവാഹത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ഒരു പ്രോമിസ് എന്നോട് ചോദിച്ച ഒരു കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാട് വന്നാലും അത് നിന്റെ പേരൻസിനോടാകട്ടെ എൻ്റെ പേരൻസിനോടാകട്ടെ നമ്മൾ ചോദിക്കും, നമ്മൾ നേരിട്ട് ദൈവത്തോട് ചോദിക്കുക. ദൈവം തന്നു, അവര് അറിഞ്ഞെന്തെങ്കിലും നമുക്ക് തരുവാണെങ്കിൽ ടീക്കെ, അല്ലെങ്കിൽ നമ്മളായിട്ട് ചോദിച്ചൊന്നും വാങ്ങുകയില്ല എന്നുള്ളത് ജയസ്റ്റാൻ എന്നോട് പറഞ്ഞൊരു കാര്യം. അപ്പം ഞാൻ ഓക്കെ, നമ്മളത് വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഇനി നമുക്ക് എന്ത് കഷ്ടപ്പാട് വരാനാണെന്നുള്ളൊരു കണ്ടിട്ടുമില്ലല്ലോ. അപ്പൊ ജയിച്ചാൽ ഒരു ചെറിയ ന്യൂന്റെ ബയോളജി, അപ്പൊ അന്നത്തെ സാലറി ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബയോ കോളേജിലെ സാലറികളൊക്കെ അറിയാവുന്ന കാര്യം. അപ്പം ആ സാലറിയില് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ സാലറിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഞാന് നമ്മൾ ദശാംശം മാറ്റി വെച്ചിട്ട്, വാടക മാറ്റി വെച്ചിട്ട് നമ്മൾ ജീവിക്കുകയും ഇപ്പം വളരെ തുച്ഛ എമൗണ്ടിൽ നമ്മൾ ജീവിക്കണം. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ശനിയാഴ്ചയുടെ സമയത്ത് ഞങ്ങളുടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. അതില് വിവാഹത്തിന് മുമ്പേ ഉള്ള ഒരു പ്രെയർ ഗ്രൂപ്പ് ആയിരുന്നു ജയിസ്റ്റാന്റെ. അപ്പൊ സഹോദരന്മാര് അവര് ഈ ആത്മീയമായിട്ട് വളരണം, കൃപാവരങ്ങൾ പ്രാപിക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ദേവദാസന്മാരായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ ഇരുന്ന് കൂടി ഇന്ന് പ്രാർത്ഥിക്കുന്നവരില്ല. അപ്പൊ അപ്പൊ അന്നത്തെ ശനിയാഴ്ച ഈ സഹോദരന്മാര് പറയാം, നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് നമ്മളെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന്. അപ്പൊ മാസം അവസാന സമയമായതുകൊണ്ട് കയ്യിലൊന്നുമില്ല. വേണമെങ്കിൽ എനിക്ക് പപ്പായോട് വിളിച്ച് പറയാം, പപ്പ ഒരു 2000 രൂപ ഇട്ട് തരാമോ, ഈ വിഡ്രോ ചെയ്ത് കാര്യം നടത്താം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ കയ്യില് 20 രൂപയല്ലാതെ വേറെ ഒന്നും കയ്യിലില്ല. ആ 20 രൂപയും കൊണ്ട് അന്നത്തെ കാലത്ത് സാമ്പാർ കൂട്ട് കിട്ടും. വേണമെങ്കിൽ പോയി ഒരു സാമ്പാർ കൂട്ട് വാങ്ങിച്ചോണ്ട് വന്ന്, പക്ഷെ എന്തെന്ന് പറഞ്ഞാലും എണ്ണി നോക്കുമ്പോൾ 12 ആണുങ്ങൾ തന്നെയുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം ഈ സാമ്പാർ കൂട്ടും പോരാ. ഞാൻ വീട്ടിൽ ചെന്ന് കിച്ചന്റെ അകത്ത് നോക്കുമ്പോൾ ഈ രാജസ്ഥാനിൽ എൻ്റെ മമ്മി, അപ്പം വിവാഹത്തിന് ശേഷം ഒരു 3 മാസം ആയതേ ഉള്ളൂ. അപ്പൊ എൻ്റെ മമ്മി എനിക്ക് 5 കിലോ ഈ യെല്ലോ മൂങ് ദാല്, എന്താ പറയുന്നത്, ചെറുപയറിന്റെ പരിപ്പ് 5 കിലോ എനിക്ക് രാജസ്ഥാനിൽ നിന്ന് കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ അത് ഒരു 1/2 കിലോ എല്ലാം ഉപയോഗിച്ചോണ്ട് 4.5 കിലോ അതിൽ ഒരു ഗ്ലാസ് അരി ഇരിപ്പുണ്ട്, കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്, 1-2 ഉള്ളി, ഒരു വെളുത്തുള്ളിയും കണ്ടക്ക്. അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് അടുക്കളയിൽ ഒരു സാധനമില്ല. അപ്പൊ എന്തുണ്ടാക്കാനാ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വരണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്ത് വരും? കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് പിന്നെയും ജയസ്റ്റാനോട് ചെയ്ത ഈ പ്രോമിസാണ് ഞാൻ ഓർക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് പപ്പ 2-3 പ്രാവശ്യം ഒന്ന് മനസ്സ് വന്നു, ഒന്ന് പപ്പായോട് ഒന്ന് ചോദിച്ചാലോ, പപ്പായ്ക്ക് ഒന്ന് ഫോൺ വിളിച്ചാലോ എന്ന്. പക്ഷെ ഇല്ല. അന്നേരം എന്നോട് ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് അടുക്കളയിൽ പോകാൻ പറഞ്ഞു. അടുക്കളയിൽ പോയിട്ട് ആ ഡബ്ബകളെല്ലാം ഇറക്കി വെക്കാൻ. ഞാൻ ഓരോ ഡബ്ബകൾ എന്തിനാ ഞാൻ ഇറക്കി വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാകുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഡബ്ബകളെല്ലാം ഞാൻ നിലത്തിറക്കി വെച്ചു, മുട്ടുമേലിരുന്നു. ജയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെപ്രാളം. കാരണം ഇവര് ഇപ്പൊ 11 മണിയാകുമ്പം വരും, പ്രാർത്ഥിക്കാനിരിക്കും, അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കട്ടെ, എന്ത് ചെയ്യുമെന്നൊന്നും അറിയാം. ജയിച്ചാൻ അപ്പുറത്തെ മുറിയിലിരിക്കുക, ഞാൻ ഈ മുറിയിൽ അടുക്കളയിലിരുന്ന് മുട്ടുമേലിരുന്ന് കർത്താവേ, എന്റെ കണ്ണിൽ നിന്ന് ഒരു വാക്കും വരുന്നില്ല. എനിക്കാണെങ്കിൽ എന്റെ ഡിഗ്നിറ്റി ഇഷ്യൂ ആയിപ്പോയി. അപ്പൊ ഞാൻ കണ്ണുനീരിങ്ങനെ വരുന്നത് എന്റെ മനസ്സ് പറയാ, ഈ കണ്ണുനീരിനെ ഇങ്ങനെ എടുത്ത് ഈ ഡബ്ബകളെ തൊട്ട് അതെന്താ അങ്ങനെ ചെയ്യണോ എന്നെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു, ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി. ഞാൻ ഇങ്ങനെ കരഞ്ഞു, ദൈവമേ എന്റെ ഡബ്ബകളെ നിറയ്ക്കണം, ദൈവമേ എന്റെ ഡബ്ബകളെ നിറയ്ക്കണം. ഇതല്ലാതെ വേറെ ഒരു വാക്ക് എന്റെ വായിന്ന് വരുന്നില്ല.
അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു പതിവുണ്ടായിരുന്നു. 11 മണിയാകുമ്പോൾ കറക്റ്റ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവായിരുന്നു. ദേശം രാവിലെ 8 മണിയാകുമ്പോൾ പോവും, 4 മണിക്കേ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ വീട്ടിൽ ഞാൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 11 മണിയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു, സിയോൻ ഗീതാവലി എന്ന് പറഞ്ഞ വലിയൊരു കനമുള്ള ഒരു പാട്ടുപുസ്തകമുണ്ട്. അപ്പൊ എനിക്ക് മലയാളം ഒന്നും വായിക്കാൻ അറിയത്തില്ല, പക്ഷെ കൂട്ടിച്ചേർത്ത് ചേർത്ത് ചേർത്ത് മെല്ലെ മെല്ലെ ഞാൻ വായിക്കും. അപ്പൊ അങ്ങനെ വായിച്ച് വായിച്ച് കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ പാട്ട് ഇന്നതാണെന്ന് എനിക്കറിയാലോ. അപ്പൊ അത് ഞാൻ മൊത്തം പാടുകയും പിന്നെ അങ്ങനെ താള് മറിച്ച് മറിച്ച് ഒത്തിരി പാട്ടുകൾ ഞാനങ്ങ് പാടും. ഇങ്ങനെ ഇരുന്ന് പാടുന്ന ഒരു സ്വഭാവം. അപ്പൊ ഞാൻ മോളത്തെ നില താമസിക്കുന്നതുകൊണ്ട് എന്റെ ശബ്ദം പുറത്തോട്ട് പോകുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാൻ ഇങ്ങനെ ബൈബിള് വായിക്കും ഉറക്കെ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഉറക്കെ വായിക്കണമെന്നും ഉറക്കെ പാടണമെന്നുള്ള. അപ്പൊ ഇത് കേൾക്കാൻ എന്നും അപ്പുറത്തെ സൈഡിൽ ഒരു കുടിലിൽ ഒരു അമ്മച്ചി താമസിക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ദൈവസഭയുണ്ട്. ആ ദൈവസഭയോട് ചേർന്ന് ഒരു കുടിലിൽ ഒരു അമ്മച്ചി താമസമുണ്ട്. അമ്മച്ചിയുടെ സ്വന്തം സ്ഥലമാണ്. ആ അമ്മച്ചി ഇപ്പുറത്തെ അപ്പൊ ഞാൻ പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ ആ ദേശത്ത് കടന്നു പോയിട്ട് ഞാൻ ആരോടും മിണ്ടാറെടുക്കാറൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഈ അമ്മച്ചി ഇങ്ങനെ ഒരു അമ്മച്ചി ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അമ്മച്ചി ഈ റോഡിന്റെ ഈ ഇക്കരെ കടന്നു വന്ന് താഴെ നിന്ന് മോളിൽ നിന്ന് എന്റെ ഈ പാട്ട് എന്നും കേൾക്കുമായിരുന്നു. എനിക്കിത് അറിയത്തില്ല, അമ്മച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. അങ്ങനെ അന്നത്തെ ദിവസം ആ ശനിയാഴ്ച എന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ഞാനപ്പോ അടുക്കളയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി വലിയൊരു കെട്ട്, പുറത്തൊരു കെട്ടുണ്ട്, കയ്യിലൊരു വരയും പ്ലാസ്റ്റിക് സഞ്ചി ഉണ്ട്. ഇത് രണ്ടും കൂടി അമ്മച്ചിയെ മെല്ലെ മെല്ലെ മേളിൽ കയറി വരുന്നു. മേളിൽ കയറി വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ ജയിച്ചാൻ പോയി തുറന്നു. ഞാൻ അന്നേരം അടുക്കളയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം എന്റെ തലയിൽ ഇതൊന്നും ഞാനൊന്നും കേൾക്കുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ജയിച്ചാൻ ഇങ്ങനെ അമ്മച്ചിയെ കണ്ടോണ്ട് ജയിച്ചാൻ ചോദിച്ചു, അയ്യോ 20 രൂപയേ ഉള്ളൂ, ഈ അമ്മച്ചി എന്തിനാ വന്നേ, ആരാണെന്നൊന്നും അറിയത്തില്ല, മോൾ എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ജയിച്ചാൻ പറഞ്ഞു, മോള് എന്താ കാര്യം ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മോളെ കാണണമെന്ന്. അപ്പൊ ജയിച്ചാൻ പറഞ്ഞു, ചിലപ്പോ ഈ 20 രൂപ അങ്ങ് കൊടുത്തേക്കാന്നുള്ള ഇത് വെച്ച് പോക്കറ്റിൽ കഴിഞ്ഞു. മോളെന്ത്, എനിക്ക് മോളെ തന്നെ കാണണം. അപ്പൊ അമ്മച്ചി, ഷിബി നിന്നെ കാണാൻ ഒരാള് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഇറങ്ങി കയറി വന്നു കഴിഞ്ഞ് എന്നെ കാണുകയും അമ്മച്ചി സ്പീഡിൽ അകത്തോട്ട് അങ്ങ് കയറി, സ്പീഡിൽ അകത്തോട്ട് കയറുക. കുഞ്ഞെ, ഇത് നിന്റെ പ്രാർത്ഥനയൊന്നും പാട്ടൊന്നും കേട്ടില്ല, കുഞ്ഞിന് വയ്യായും, കൊച്ചിന് എന്തോ പറ്റി, ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഇതാ ഇനിയെ സ്വന്തക്കാരാണോ ബന്ധക്കാരാണോ, ഈ ചട്ടയും മുണ്ടൊക്കെ ഇട്ടോണ്ട് വന്നത് നമ്മുടെ വല്ല ബന്ധുവാണോ. അമ്മച്ചി അന്നേരം ഞാൻ നോക്കുമ്പോ, മോനെ, എന്നോട് യേശുപ്പച്ചൻ പറഞ്ഞു കുഞ്ഞിന് ഇത് കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ എന്ത് കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പൊ അമ്മച്ചി ഈ വലിയൊരു കെട്ട് അത് താഴെ വെച്ചു. സഞ്ചിന്ന് ഓരോ സാധനം എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോ അമ്മച്ചി എടുക്കുന്നു ഒരു കോഴി, പൂടെയെല്ലാം പറിച്ച ഒരു കോഴി, പിന്നെ 6 അമ്മച്ചി വളർത്തുന്ന 6 മീൻ, ഇത്രയും നീളമുള്ള മീനിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇത്രയും നീളമുള്ള 6 മീന്, പിന്നെ കപ്പ, കാച്ചില്, ഉള്ളി, കുഞ്ഞുള്ളി, തൈര്, ആട്ടുംപാല്, പാമോയില്, പിന്നെ റെഡ് റൈസ്, നാട്ടിൽ കിട്ടത്തില്ല ചുമന്ന അരി, ആ ചുമന്ന അരി. അമ്മച്ചി പറയുന്ന, മോളെ എനിക്കിത് വേണ്ട, മോക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് അമ്മച്ചി അങ്ങനെ എനിക്കറിയത്തില്ല എന്തൊക്കെ സാധനങ്ങളാണ് അമ്മച്ചി ആ കെട്ടിൽ നിറച്ചുകൊണ്ട് വന്നത്. മുട്ട, ഇതെല്ലാം നിറച്ചുണ്ട്. ഇതെല്ലാം അമ്മച്ചിയുടെ ആ ചെറിയ ഒരു സ്ഥലത്ത് അമ്മച്ചി ചെയ്യുന്ന കൃഷിയാണ്, കൃഷിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന്. അപ്പൊ ദൈവത്തിന്റെ, അപ്പൊ അമ്മച്ചി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞിന് ഇത് കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിയൊക്കെ എന്നെ എങ്ങനെ അറിയാം. മോളെ, എന്നും 11 മണിയാകുമ്പോൾ ക്ലോക്ക് പോലെ ഞാൻ എന്നും ഇവിടെ വന്ന് ഈ റോഡരികെ നിന്ന് നിന്റെ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഇന്ന് നിന്റെ പാട്ട് കേൾക്കാനുണ്ട്.
ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടപ്പോൾ തിരിച്ച് ഞാൻ മടങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ഭാരം. യേശുപ്പച്ചൻ എന്നോട് പറയും, കുഞ്ഞിന് ഇത് കൊണ്ടു കൊടുക്ക്. അമ്മച്ചി ആ ദൈവസഭയുടെ ഒരു അംഗമായിരുന്നു. അമ്മ കുഞ്ഞിന് ഇത് കൊണ്ടു കൊടുക്ക്. അപ്പൊ ഞാന് അങ്ങനെ അന്ന് ഞാനും അമ്മച്ചി, ഇപ്പൊ എനിക്ക് മീനൊന്നും അന്ന് വെക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനും അമ്മച്ചിയോട് കൂടി ഇന്നത്തെ കാലത്ത് ഞാൻ എത്രയോ ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് എല്ലാ രീതിയും. പക്ഷെ ഇത്രയും നല്ല മനോഹരമായ ഒരു ടേബിള് ഇന്ന് വരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ഞാനും അമ്മച്ചിയും കൂടി ചേർന്ന് ആ സഹോദരന്മാർക്ക് വേണ്ടി വലിയൊരു സദ്യ തന്നെ പറയും ഒരുക്കുവാനിടയായി. അത് ഞാനും കഴിച്ചു. 2 ദിവസം വീണ്ടും വെച്ചിട്ട് കഴിച്ചു. സാധനങ്ങൾ ബാക്കിയായി. അമ്മച്ചിക്കും കൊണ്ട് കൊടുത്തു. അങ്ങനെ അങ്ങനെ ഞങ്ങള് ദൈവം സഹായിച്ച് അങ്ങനെ ദൈവം വളരെ എന്നെ വിശ്വാസ ജീവിതം അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അപ്പനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ അപ്പച്ചനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. അവിടെ നിന്ന് ആ ഡിവൈൻ പ്രൊവിഷൻ എൻ്റെ കയ്യിൽ നിശ്ചയമായി കടന്നു വരും. അങ്ങനെ ദൈവം എന്നെ വിശ്വാസമാണ്. അതിൽ പിന്നെ ഞാനൊരു തീരുമാനമെടുത്തു, മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും എന്ത് കാര്യത്തിലും. ഇന്ന് വരെ അങ്ങനെ തന്നെ ദൈവം എന്നെ നടത്തുന്നു. വിശ്വാസ ജീവിതം എന്താണ് ദൈവം അന്ന് എന്നെ പഠിപ്പിക്കുവാനിടയായി. അങ്ങനെ കഴിഞ്ഞ് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് സയാക്സില് MTH അഡ്മിഷൻ എടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് 2 പേർക്കും കൃപ നൽകി. ഞങ്ങൾ സയാക്സി ബാംഗ്ലൂരിൽ ഞങ്ങളുടെ MTH പഠനത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി ഇടപെട്ടു. നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകണം. അപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് എവിടാണ് പോണ്ടേ? രാജസ്ഥാനിൽ ഒരു പ്രദേശമുണ്ട്, എനിക്കറിയാം. പക്ഷെ എവിടാണ് പോണ്ടേ? ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു കോള് വരുവാനിടയായി. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളെ 2 പേരെയും ഞാൻ 2 പേർക്കും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനുള്ള അവസരമുണ്ടെന്ന് ഒരു കോള്. നമ്മള് അപ്ലൈ ചെയ്തതൊന്നുമല്ല. അപ്പം വരുവാനിടയായി. അപ്പൊ അവര് ബാംഗ്ലൂർ വന്ന് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തു. തിരിച്ച് ഡെറാഡൂണിൽ വിളിച്ചിട്ട് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ ഞാൻ 15 വർഷക്കാലം ആ സ്ഥാപനത്തില് 17 വർഷക്കാലം ആ സ്ഥാപനത്തിൽ 2008 തൊട്ട് 2022 വരെ ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം 2 ഇയർ ഞാനൊരു ഗ്യാപ്പ് എടുത്തു. ഇപ്പൊ വീണ്ടും ഞാൻ ഡൂൺ ബൈബിൾ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുവാനിടയായി. അപ്പം ഇത്രയും വർഷക്കാലം അപ്പം ജെയ്സ്റ്റാന് ചർച്ച് പ്ലാന്റിങ്ങിനോടുള്ള ബന്ധത്തില് ആ സമയത്ത് ഞങ്ങള് സെമിനാരിയിൽ എടുത്ത സെമിനാരിയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾ പഠിപ്പിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഈവനിങ്സിൽ മിനിസ്റ്റർ ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം, ഞങ്ങൾ ചർച്ച് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. എന്നിലേ ഞങ്ങൾ വരുന്നുള്ളൂ, അല്ലെങ്കിൽ വരുന്നില്ല. കാരണം ഞങ്ങള് അന്നേരം വരുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കെ അവര് പറയുവാനിടയായി, ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം, നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഞങ്ങൾ തന്നിരിക്കുന്നു. ഞങ്ങളൊരു ജൂലൈ 2008 ഡെറാഡൂണിൽ കടന്നു വരുവാനിടയായി. അപ്പൊ ജൂലൈ 2008 തൊട്ട് ഇപ്പൊ ഇനി ഒരു ചർച്ച് ഒരു പൈനർ ചെയ്യുന്നെങ്കിൽ ഒരു സ്ഥലം വേണം. ആരെയും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു മലയാളിയായിട്ട് ഒരു ഹിന്ദിക്കാരായിട്ട് ആ സെമിനാരി അല്ല അത് വേറെ ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങൾ 2 പേരും ചെയ്തുകൊണ്ടിരുന്നത്, മിക്കവാറും ജയിച്ചാൻ ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഞങ്ങള് ഇവിടെ ടെമ്പോ ഉണ്ട്. ടെമ്പോ വിക്രം എന്നാ ഇവിടെ ടെമ്പോയ്ക്ക് പേര് പറയുന്നത്. ആ വിക്രത്തിൽ കയറിയിരുന്ന് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ ആ വിക്രം എവിടെ നിർത്തുന്നോ അവിടെ ഇറങ്ങി അവിടെ വരെ പോയി ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രയർ വാക്കിനായിട്ട് പോകുമായിരുന്നു. അപ്പൊ പോകുന്ന സമയത്തെല്ലാം ഞങ്ങള് 2 ഭാഗത്തും ഇങ്ങനെ 2 ഭാഗത്തും തൊട്ട്, ദൈവമേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ, ഞങ്ങൾക്കൊരു സഭ ആരംഭിക്കണം, ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരണമേ. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ ഞങ്ങളെ കാണുവാനായിട്ട് കടന്നു. പാസ്റ്ററെ, നിങ്ങൾ ഇങ്ങനെ വന്ന വിവരം എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സഭ ആരംഭിക്കാൻ, അതൊരു മലയാളിയായിരുന്നു, സഭ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. പുള്ളി നാട്ടിലെ എടുത്തുവായ IPC-കാരനാണ്.
അപ്പം പുള്ളി ഞാനും ഒരു ബന്ധുക്കോസ് ഒരു 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 ആരാധനയ്ക്കായിട്ട് എനിക്ക് ഒരു ആരാധന സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു ഇങ്ങനെ പുള്ളി നേഴ്സ് ആയോണ്ട് നമ്മുടെ കോളേജിന്റെ അടുത്ത് ഹോസ്പിറ്റലിന്റെ അടുത്തൊന്ന് നോക്കിയാലോ എന്ന്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിന് മുമ്പേ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ആ സ്ഥലം ഒന്നൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഗ്ലാൻസ് നീ കാണിക്കുവാണെങ്കിൽ അവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കും. അപ്പൊ ഇത് കാണുന്നതിന്റെ മുമ്പേ തന്നെ ദൈവം ഒരു ദർശനത്തിൽ ഞങ്ങളെ ഒരു സ്ഥലം, ഒരു സ്ഥാപനം ഇങ്ങനെ ഞങ്ങളെ ഓൾറെഡി കാണിക്കാനിടയായി. പിറ്റേ ദിവസം ഈ സഹോദരന്റെ കൂടെ ആ ദേശത്തേക്ക് കടന്നു പോവുകയും അവിടെ ഞങ്ങള് ഇവിടെ വേല അപ്പൊ പൈനിയർ ചെയ്യണമെങ്കിൽ ഒരു സ്ഥലം വേണമല്ലോ ആരാധന തുടങ്ങാൻ. അപ്പൊ ഞങ്ങള് അവിടെ ഉള്ള ഒരു വലിയൊരു ഒരു മുതലാളിയോട് ചോദിച്ചു, നിങ്ങളുടെ മോളിലുള്ള ഈ ജിം ഞായറാഴ്ച ഒരു 2 മണിക്കൂറത്തേക്ക് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മാനേജർ ഞങ്ങളോട് പറഞ്ഞു, സാറ് മുതലാളി നല്ല പൈസ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് 8,000 രൂപ. നമ്മൾ ആരംഭിച്ചിട്ട് പോലും 8,000 രൂപ വാടക. അപ്പൊ നമുക്ക് 8,000 പോട്ടെ 800 രൂപ പോലും കൊടുക്കാനുള്ളത് ഇല്ല നമ്മുടെ അടുത്ത്. അപ്പൊ മാനേജറാണ് ഇത് പറയുന്നത്. അപ്പൊ ഞങ്ങള് ഓണറിനോടൊന്ന് സംസാരിക്കാൻ. ഓണറിനോട് സംസാരിച്ചു. ഓണർ ഒരു ഹിന്ദു ആയിരുന്നു. പക്ഷെങ്കിൽ പുള്ളിയുടെ ആ ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം മാറ്റി വെച്ചു വലിയൊരു ജിമ്മിന്റെ റൂം ഞങ്ങൾക്ക് തരുക. പുള്ളിയുടെ തന്നെ ഡെറിയും പുള്ളി തന്നെ വെള്ളം പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ഡോളക്കും പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ട് ആ ജിമ്മ് മൊത്തം ക്ലീൻ ചെയ്ത് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് തരുവാനിടയായി. പക്ഷെങ്കിൽ മാനേജർ പറഞ്ഞത് 8,000 രൂപ വാടക വേണം. പക്ഷെ പുള്ളി വേണ്ട, എനിക്ക് ഒരു വാടകയും വേണ്ട, നിങ്ങൾ ഇവിടെ വന്ന് ആരാധന ആരംഭിച്ചോളാം. അങ്ങനെ പുള്ളി ഞങ്ങൾക്കൊരു സ്ഥലം തന്നു. ഞങ്ങൾ ആ ദേശത്തൊരു വേല ആരംഭിക്കാനിടയായി. വേല ആരംഭിച്ചു. ദൈവം നടത്തി. ആദ്യത്തെ ആഴ്ച തന്നെ ഞങ്ങൾക്ക് ആളില്ലല്ലോ, ഇനി ആളില്ലല്ലോ, എങ്ങനെ നമുക്ക് കൂടെ ആരാധിക്കാൻ ആരുമില്ല. അപ്പൊ ഞങ്ങൾ 3 പേരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയായി. ദൈവം പറഞ്ഞിരിക്കുന്ന 2 3 പേര്. അപ്പൊ ദൈവത്തിന്റെ കോറത്തിൽ 3 കംപ്ലീറ്റ് ആണ്. അപ്പൊ നമ്മൾ 3 പേര് മതി. നമ്മൾ 3 പേര്. അപ്പം ജ്യേഷ്ഠാനന്ദരെ ഹിന്ദി അറിയത്തില്ല. അപ്പൊ പുള്ളി ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ അന്നത്തെ ഫസ്റ്റ് ആരാധന ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ ദൈവം 14 പേരെ തന്നു. 14 പേരെ ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ തന്നു. അങ്ങനെ സഭ വളർന്നു. 50 50 100 200 200 ഇങ്ങനെ ആരാധന ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് 2 ആരാധനയാക്കി മാറ്റേണ്ടി വന്നു. അങ്ങനെ പിന്നെ ദൈവം സഹായിച്ച് ചില വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 2010 10-ലാണോ 11-ലാണോ ഞങ്ങള് ഒരു ചർച്ച് ബിൽഡിംഗ് സ്ഥലം വാങ്ങിക്കുവാനിടയായി. 2 സ്റ്റോറി. അപ്പൊ താഴെ ഒരു ഹോളും മോളി ഒരു ഹോളും 100 പേരിരിക്കാതെ അതിൽ കൂടുതൽ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തു, ആരാധന ഡിവൈഡ് ചെയ്തു. 100 തിക്കി ഞങ്ങൾ നിറയ്ക്കുന്ന 100-120 പേരിരിക്കാം മാക്സിമം. അതിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ആരാധന 2ആയിട്ട് ഡിവൈഡ് ചെയ്യുവാനിടയായി. 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അപ്പം ഫസ്റ്റ് ആരാധന കഴിഞ്ഞ ആൾക്കാർ പോവുകയും സെക്കൻഡ് ആരാധനയ്ക്ക് ആൾക്കാർ വരികയും ചെയ്യുമ്പോൾ വലിയൊരു ക്രൗഡ് ആ ഏരിയയിൽ ക്രൗഡ് വരുമ്പോൾ ഭയങ്കര ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാകുവാനിടയായി. അപ്പൊ എന്നും ഇങ്ങനെ ആൾക്കാര് കംപ്ലൈൻസ് പറയും. പക്ഷെ ഒരു ദിവസം ഞങ്ങള് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 19ഓളം ജനക്കൂട്ടങ്ങൾ കയറി വന്ന് തല്ലി പൊട്ടിക്കുക താഴെ. അപ്പൊ മുകളിൽ ആരാധന നടക്കുന്നത്. അപ്പൊ താഴെ ഇങ്ങനെ സൺഡേ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ എല്ലാം വന്ന് തല്ലി പൊട്ടിക്കുകയും മുകളിൽ കയറി വന്ന്. അപ്പൊ ഇവര് എന്താ ചെയ്തു, മീഡിയയും കൂടെ വിളിച്ചോണ്ട് വന്നു. പോലീസിന് ഒരു ടൈം കൊടുത്തു, ഇന്ന ടൈമിലേ വരാവുള്ളത്. അപ്പൊ ഇവരുടെ ഒരു പ്ലാനിങ് ആയി. പോലീസ് പക്ഷെങ്കിൽ എന്ത് ചെയ്തു, സമയത്തിന് മുമ്പ് വന്നു. അപ്പൊ ഇവരും പോലീസും തമ്മിൽ അങ്ങ് തർക്കമായി. നിങ്ങളോട് ഞങ്ങൾ ഇന്ന സമയത്ത് വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെങ്കില് പോലീസ് വന്നോണ്ട് കുറെ കാര്യങ്ങൾ നിയന്ത്രണത്തിലായി.
ജയിസ്റ്റാനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനിടയായി. ആരാധനയെല്ലാം മുടക്കി നിർത്തി. സങ്കീർത്തനം വായന കംപ്ലീറ്റ് ആയില്ല. ആരാധന നിർത്തി. ജയിസ്റ്റാനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സഭയിലുള്ള സെക്രട്ടറിയും അങ്ങനെ കുറെ പേര് പോലീസ് സ്റ്റേഷനിൽ കടന്നുപോയി. വളരെ ഒരു പ്രയാസമുള്ള ഒരു സമയം. അന്നേരം ആ 2 സ്റ്റോറി ബിൽഡിങ് ഇന്നും കൂട്ടിക്കിടക്കുന്നു. ഇന്നും അവിടെ ആരാധനയില്ല. ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഇപ്പോഴും ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 വർഷമായി. 2016 ജനുവരി 24 സംഭവിച്ച കാര്യമാണ്. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ ആ ഹോട്ടലിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ 2 സ്റ്റോറി ബിൽഡിംഗ് അതൊരു പ്രാർത്ഥനാ വിഷയമാണ്. കേൾക്കുന്ന വ്യൂവേഴ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തെ ഓർത്ത്. ദൈവം ആ ഹോളിനെ ദൈവം തുറന്നു തരണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ ദൈവം ഞങ്ങൾക്ക് തരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പ്രയർ റിക്വസ്റ്റും കൂടെ തരട്ടെ. ചലഞ്ചസ് ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മിനിസ്ട്രി പരമായി സംഭവിച്ച ചലഞ്ചസ്. പക്ഷെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി 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 ചലഞ്ചസ്, സ്പിരിച്വൽ ചലഞ്ചസിൽ കൂടി ഞങ്ങൾ കടന്നു പോകുവാനിടയായി. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചർച്ചിന്റെ സംഭവം നടക്കുമ്പോൾ ഞാൻ 3 മാസം 2ാമത്തെ മോനെ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ മുമ്പ് ചില കാര്യങ്ങൾ എപ്പിസോഡ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ആദ്യത്തെ മോന് കഴിഞ്ഞതിന് ശേഷം 2010 ഫെബ്രുവരി മാസം എനിക്കൊരു 2ാമത്തെ ആൺകുഞ്ഞിനെ നഷ്ടപ്പെടുവാനിടയായി. 2ാമത്തെ ആൺകുഞ്ഞിനെ നഷ്ടപ്പെട്ട് അപ്പൊ നമുക്ക് ഒരു മിസ്കാരേജ് വരുമ്പോൾ ഒരു ചെറിയ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും, ചില മാസങ്ങൾ ഉണ്ടാകും. പിന്നെ അത് മിനിസ്ട്രിയിലായതുകൊണ്ട് നമ്മൾ അതങ്ങ് മറന്നുപോകും. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. 2011 വീണ്ടും ഒരു മിസ്കാരേജ് ഉണ്ടായി. അതും ഒരു ആൺകുഞ്ഞായിരുന്നു. അതും കടന്നു പോകുവാനിടയായി. മൂന്നാമത്തത് 2011 തന്നെ 12 തന്നെ എനിക്ക് 3ാമത്തെ ഒരു മിസ്കാരേജ് ഉണ്ടായി. അതൊരു പെൺകുഞ്ഞായിരുന്നു. ആ പെൺകുഞ്ഞും കടന്നു പോകുവാനിടയായി. പെൺകുഞ്ഞ് കടന്നുപോയതിന് ശേഷം പിന്നെ എനിക്ക് ഒരു 3 മിസ്കാരേജും കൂടെ ഉണ്ടായി. അതെനിക്ക് അറിയത്തില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ 6ാമത്തെ മിസ്കാരേജ് നടക്കുമ്പോൾ എനിക്ക് ദൈവത്തോടങ്ങ് ഭയങ്കര ഒരു നൈരാശ്യം. ദൈവം എന്നോട് എന്തിനാ ഈ കയ്പ് ഇടപെടുന്നത്? ഈ കയ്പ് എന്നോട് എന്താ ചെയ്യും? പാസ്റ്ററും കുടുംബവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ. പക്ഷെ എനിക്ക് ജനങ്ങളോട് സംസാരിക്കാൻ ഉത്തരവില്ല, പറയുവാൻ ഉത്തരവില്ല. സിസ്റ്റർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ സംഭവിക്കുന്നു ചോദിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദിക്കാരുടെ കൂടെ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. വളരെ വേദനയിലും പ്രയാസത്തിലും. അപ്പൊ 6ാമത്തെ മിസ്കാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അധികം പ്രയാസത്തിലായി. ദൈവത്തോട് എനിക്ക് ആ റിലേഷൻ എനിക്കങ്ങ് കട്ടായ പോലെ. അപ്പൊ മിനിസ്ട്രിയിലായത് ആരാധനയ്ക്ക് പോകുന്നു, മിനിസ്ട്രിയിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു ബന്ധമില്ലേ, എനിക്കങ്ങ് വിഷമം, ഭയങ്കര വിഷമം. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ദൈവം എന്നോട് ഇത് ചെയ്യുന്നു? അങ്ങനെ ഇരിക്കെ അപ്പൊ ഒരു ഫെബ്രുവരി മാസമാണ് 2015 എനിക്ക് ഒരു 6th മിസ്കാരേജ് നടക്കുന്നത്. ഒക്ടോബർ മാസം 13-ാം തീയതി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എനിക്കൊരു ഗൈഡൻസ് ലഭിക്കാനിടയായി. 7 ദിവസം ഈ വിഷയത്തിന് വേണ്ടി ഉപവാസം എടുക്കും. അപ്പൊ ഞാനൊരു വലിയൊരു ടച്ച് ദൈവമായിട്ടില്ല. കാരണം എനിക്കങ്ങ് ഭയങ്കര ക്വസ്റ്റ്യനാണ്, ദൈവം എന്തിനാ ഇങ്ങനെ എന്നോട് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് ആ ഒരു സ്പിരിച്വൽ പ്രയാസത്തിലൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവം ഇങ്ങനെ ഒരു നിയോഗം, ഈ 7 ദിവസം ഇതിനു വേണ്ടി ഉപവാസം എടുക്കണം. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, ജയിസ്റ്റാനോട് പറഞ്ഞു, ദൈവത്തോട് അല്ലാതെ വേറെ ഒരു വ്യക്തിയോട്, ഞാൻ എൻ്റെ വീട്ടുകാരോടും പറഞ്ഞില്ല, എൻ്റെ ഇന്നോസിനോടും പറഞ്ഞില്ല, എൻ്റെ രാജസ്ഥാന്റെ വീട്ടിൽ പറഞ്ഞില്ല, സഭയിലും ആരോടും പറഞ്ഞില്ല. കാരണം നമുക്ക് പോസിറ്റീവ് റിപ്ലൈക്കാളും കൂടുതൽ നെഗറ്റീവ് റിപ്ലൈ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരോടും പറയണ്ടെന്ന് ചിന്തിച്ചു. 7 ദിവസം ഇതിനു വേണ്ടി മാത്രം ഉപവാസം എടുത്തു. അങ്ങനെ ഉപവാസം എടുത്തോണ്ടിരുന്നപ്പോ ഞാനും ജയിസ്റ്റാനും ദൈവമല്ല, അത് വേറെ ഒരു മനുഷ്യനും അറിയത്തില്ല.
അപ്പൊ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വചനത്താൽ ഇടപെടുന്നു, നമുക്ക് വാക്തത്വങ്ങൾ തരുന്നു, വാക്യങ്ങൾ തരുന്നു. ഞാനൊക്കെ ഒത്തിരി ബലപ്പെട്ട് ആ ഒരു റിലേഷൻ കട്ടായത് എനിക്ക് വീണ്ടും റീഗെയിൻ ചെയ്യുവാനിടയായി. അപ്പൊ ദൈവത്തോട് ആ പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം വീണ്ടും എനിക്ക് ലഭിക്കാനിടയായി. അപ്പൊ അങ്ങനെ ഇരിക്കെ 7ാമത്തെ ദിവസത്തെ ഫൈനൽ പ്രയറിൽ ഞാൻ ഇങ്ങനെ 7ാമത്തെ ദിവസം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് നമുക്കെല്ലാവർക്കും കുഞ്ഞിലെ മുതൽ അറിയാവുന്ന കാണാപ്പാടെയുള്ള ഒരു വാക്യമാണ്, മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ വായിച്ചത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനാണ്. ആ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്ന ലോ ചിൽഡ്രൻ ആർ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ് ആൻഡ് ദേ ആർ റിവാർഡ് ഫ്രം ഹിം. അപ്പൊ ചിൽഡ്രൻ ആർ ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് എന്നുള്ള ഒരു സത്യം നമുക്കറിയാമെന്നതാണ്. പക്ഷെ അന്നത്തെ ദിവസം ആ ഗിഫ്റ്റ് എന്നുള്ള വേർഡ് എന്നെ ഒത്തിരി സ്പർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇതൊരു ഗിഫ്റ്റ് എങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വേണം. ഞാൻ നിർബന്ധം പിടിച്ചു, എനിക്ക് ഗിഫ്റ്റ് വേണം, എനിക്ക് ഈ ഗിഫ്റ്റ് വേണം കർത്താവ്. എന്റെ യൂട്രസ് അഴുകി പോയാലും എനിക്ക് ഈ ഗിഫ്റ്റ് വേണം. അടുത്ത കാര്യം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഗിഫ്റ്റ് ലഭിക്കുവാൻ എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവം അത് മാറ്റിയിട്ട് ഞാൻ ഈ ഗിഫ്റ്റിനെ സ്വീകരിക്കാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കും. അപ്പൊ ഞാനൊരു സമർപ്പണത്തിന്റെ പ്രാർത്ഥന ചെയ്യുകയും, അപ്പൊ 7ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയാണ്, എനിക്ക് എണീക്കണം, കഞ്ഞി വെക്കണം. ഞങ്ങളുടെ ഉപവാസം തീർന്നു, 7 ദിവസത്തെ ഉപവാസം തീർന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ബലപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു സമർപ്പണ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കാൻ പോവുകയും എന്റെ മദറിനോട് ഫോൺ വരുവാനിടയായി. അപ്പൊ നാട്ടിൽ നിന്ന് മദറിനോട് ഫോൺ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ, ഒരു ദൈവദാസൻ വന്നിട്ടുണ്ട്, ആ ദൈവദാസൻ നിർബന്ധം പറയുന്നു മോളോട് സംസാരിക്കണം, ദൂത് പറയണം. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ 7ാമത്തെ ദിവസമാണ്, ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ? ഓക്കെ, എന്തായാലും കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുക, ദൈവദാസൻ എന്നോട് ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് ഒരു സെന്റൻസ് പറഞ്ഞു, വാർദ്ധക്യത്തിലെ യാക്കോബിന് സഹായമായി തീരേണ്ടതിന് ഒരു യൗസേഫിനെ നൽകിയതുപോലെ നിനക്കൊരു യൗസേഫിനെ ദൈവം നൽകാൻ പോയി. അപ്പൊ ഞാനിത് നമ്മുടെ ഉപവാസത്തോടുള്ള ചേർന്നുള്ള ഒരു ദൂതായോണ്ട് ഞാൻ തുള്ളിച്ചാടി, ഹല്ലേലൂയ, ദൈവം എനിക്കൊരു യോസേഫിനെ തരാൻ പോകുന്നു. ഞാൻ തുള്ളിച്ചാടി ആരാധിച്ച് ദൈവത്തെ മുഖത്ത് എപ്പോഴും ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഫോൺ വെച്ച ഉടനെ എനിക്ക് അടുത്തൊരു കോള് വരികയാണ്. ആ കോള് ഞാൻ എടുത്തപ്പോൾ ഒരു ചർച്ചിലെ ഒരു ബിലീവറായിരുന്നു. ആ ബിലീവർ എന്നോട് പറയുക, സിസ്റ്റർ, അപ്പൊ അടുത്ത ഇടയ്ക്ക് ഒരു മിസ്കാരേജ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റർ പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ആ ഒരു കൺസേൺ വെച്ചായിരിക്കും പറയും. പക്ഷെ അടുത്ത ഇടയ്ക്ക് ഒരു മിസ്കാരേജ് ഫെബ്രുവരിയിൽ എങ്ങാണ്ട് നടന്ന ഒരു മിസ്കാരേജ്, പിന്നെ ഞാൻ ഈ ഒക്ടോബർ മാസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ സിസ്റ്റർ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തുന്ന രീതി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾക്ക് ഒരു കുഞ്ഞ് മതി എന്നുള്ളതല്ല ദൈവം പറയുന്നേ, അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് നിങ്ങൾക്ക് തരത്തില്ലേ? നിങ്ങൾ എന്തിനാ ഈ ശരീരം കേടാക്കുന്നേ? രണ്ടാമത് ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മാത്രമേ തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു കുഞ്ഞുണ്ടല്ലോ, ഇനി ഒരു അടുത്ത കുഞ്ഞിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കളയണ്ട. ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ കാരണം കുറയുവാണ്. ഞാൻ പെട്ടെന്ന് എനിക്കൊരു നിരാശ പോലെ വരികയും എന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വന്നു, ഡിക്ലെയർ ടു ഹർ ദ ഡിസിഷൻ ദാറ്റ് യു മേഡ് ജസ്റ്റ് നൗ. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സിസ്റ്റർ, ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ ദൂത് കേട്ടിട്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ ദൂത് പ്രാപിച്ചിട്ടിരിക്കുകയാണ്, എനിക്കൊരു യോസേഫിനെ ദൈവം തരാൻ പോകും. രണ്ടാമത്, ഞാൻ ഈ ഗിഫ്റ്റ് പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ കയ്യിൽ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ദൈവം എനിക്കൊരു യോസേഫിനെ തരും. എന്റെ യൂട്രസ് അഴുകിപ്പോയാലും ഞാൻ ഈ ഗിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ഞാനത് ആ സ്ത്രീയോട് പറയുന്നു. ആ സ്ത്രീ അല്ല, ആക്ച്വലി പിശാച് പുള്ളിക്കാരിയിൽ കൂടി എന്നെ നിരാശപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട്
അതെല്ലാം പുള്ളിക്കാരി അങ്ങ് ഫോൺ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ 20-ാം തീയതി എന്റെ ഉപവാസം കഴിഞ്ഞു. 7 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. ഒക്ടോബർ 20-ാം തീയതി കഴിഞ്ഞു. നവംബർ 23-ാം തീയതി ഞാൻ വീണ്ടും അറിയുവാനിടയായി ഞാൻ 7-ാമത്തെ പ്രാവശ്യം വീണ്ടും പ്രഗ്നന്റ് ആണെന്നുള്ളത്. അപ്പൊ അത് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 32 ഡേയ്സ് ആയതേ ഉള്ളൂ. മെഡിക്കൽ സയൻസ് വരും 32 ഡേയ്സിൽ അറിയേണ്ട ഒരു കാരണമില്ല. ഒരു ആ ടൈം പീരീഡിൽ മനസ്സിലാക്കാൻ പറ്റത്തേ ഇല്ല. പക്ഷെങ്കിൽ ദൈവം ആ ബിഗിനിങ് ഓഫ് ദ കൺസെപ്ഷൻ തൊട്ട് ദൈവത്തിന്റെ കൺട്രോള് ഈ കുഞ്ഞിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അറിഞ്ഞ ഉടനെ ഡോക്ടറിന്റെ അടുത്ത് പോയി. അപ്പം എന്റെ അല്ലാത്ത റിപ്പോർട്ട് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ എന്റെ ബ്ലഡ് റിപ്പോർട്ട് എല്ലാം നെഗറ്റീവാണ്. അപ്പൊ ഡോക്ടർ എന്റെ ബ്രദറിന്റെ കൂടെ ജോലി ചെയ്തതായി ആ ഒരു കൺസേൺ വെച്ച് പറഞ്ഞു, സൂസൻ ലെറ്റ് ഇറ്റ് ഗോ ദിസ് ടൈം. അപ്പൊ ഞാൻ പറഞ്ഞു, നോ ഡോക്ടർ, ഇറ്റ്സ് ദിസ് ടൈം ഇറ്റ്സ് ജോസഫ് എന്ന് പറയും. അപ്പം ഓക്കെ, അവരെന്റെ തീരുമാനം. അപ്പൊ അവരെ സമ്മതിച്ചു. അങ്ങനെ കടന്നുപോയി. 3-ാമത്തെ മാസം ആയപ്പോൾ ചർച്ചിൽ ഞാൻ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടാകുവാനിടയായി. ജേസ്റ്റാൻ പോലീസ് സ്റ്റേഷനിൽ ആകെ ടെൻഷൻ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനും മൂത്ത മോനും ഒറ്റയ്ക്ക് വീട്ടിൽ, ഭയങ്കര ടെൻഷൻ. ആ ടെൻഷനിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുവാനിടയായി. എന്റെ യൂട്രസ് ഒക്കെ അങ്ങ് താന്നു. ആകെ ഒരു ടെൻഷന്. കാരണം എനിക്ക് പലരുടെ അടുത്ത് പോകേണ്ട ആവശ്യം വന്നു. ഞാന് മൈനോറിറ്റി കമ്മീഷണറിന്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മല കയറി പോകണം. അപ്പൊ അങ്ങനെയൊക്കെ പോയി എനിക്ക് ആ ഒരു ക്ഷീണം കാരണം എന്റെ യൂട്രസ് താഴുവാനിടയായി. ഓൾറെഡി ഞാൻ ഒരു വീക്ക് ബോഡിയാണ്. താഴുവാനിടയായി. ബ്ലീഡിങ് തുടങ്ങിയപ്പോൾ എന്നെ 4 ഇഷ്ടിക കാലിന്റെ സൈഡിൽ കിടത്തി ഇങ്ങനെ തല താഴ്ന്നു വെച്ച് ഇങ്ങനെ ഞാൻ കിടക്കുക. എന്നെ കിടത്തിയേക്കുക, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാൻ ഒരു 7 മാസം അങ്ങനെ തന്നെ ഒരു പൊസിഷനിൽ കിടക്കുവാനില്ല. ഞാൻ എൻ്റെ അടുക്കള പോലും ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എനിക്ക് അടുക്കള ഞാൻ ഫുൾ ബെഡ് റിഡനായി. അപ്പൊ 3-ാമത്തെ മാസം ഇത് സംഭവിച്ചു. ബ്ലീഡിങ് ആയി. ഇങ്ങനെ എനിക്ക് പിന്നെ ജസ്റ്റേഷണൽ ഷുഗർ, കാരണം ഇങ്ങനെ കിടക്കുന്നുണ്ട്, ചലനമില്ലല്ലോ. ഷുഗർ, BP, തൈറോയിഡ് ഫ്ലക്ച്വേഷൻ, ബ്ലഡ് 6, 7 ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ബ്ലഡ് ഹീമോഗ്ലോബിൻ കൂടുന്നില്ല. ശ്വാസം മുട്ടല്, കാരണം ഇങ്ങനെ കിടക്കുന്നുണ്ട്, ശ്വാസം മുട്ടല്. ഇതെല്ലാം ഞാൻ എൻ്റെ ശരീരത്തിൽ സഹിക്കുന്ന കഷ്ടപ്പാടുകളായിരുന്നു. പക്ഷെ 4-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ 3D സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചത് എൻ്റെ കുഞ്ഞിന് 2 തലയുണ്ട്. അപ്പം ഈ തല വളരുന്ന അനുസരിച്ച് മറ്റേതും കൂടെ, തല എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സിസ്റ്റം, അതും കൂടി വളർന്നുകൊണ്ടിരിക്കുക. അപ്പം അന്നേരം ഞാനല്ല ഈ പാസ്റ്റർ പറഞ്ഞ ഒരു ദൂത ഓർക്കുന്നത്. വാർദ്ധക്യത്തില് യാക്കോബിന് സഹായമായി തീരേണ്ടതിന് ഒരു യോസേഫിനെ നൽകാനാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം കാണുമ്പോൾ നിരാശ വന്നില്ലെന്ന്, നിരാശയൊക്കെ വരുമായിരുന്നു, സംശയങ്ങളൊക്കെ വരുമായിരുന്നു. ദൈവമേ, ഞാൻ സഹായമാകാനല്ലല്ലോ, വാർദ്ധക്യത്തിൽ ഈ കുഞ്ഞെനിക്ക് സഹായമായി തീരേണ്ടത് എനിക്ക് നൽകാമെന്നല്ലേ വാഗ്ദത്തം. അപ്പൊ ഞാൻ ഈ വാഗ്ദത്തത്തെ, ഈ പ്രവചനത്തെ പിടിച്ചു വെച്ചോണ്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അപ്പൊ ഇത് കണ്ട ഉടനെ ഡോക്ടർ 15 ദിവസം ഇടപെട്ട് സ്കാനിങ് പറഞ്ഞു. അപ്പൊ 4-ാമത്തെ മാസം 4.5, 5, 5.5, 6, 6.5, 7 സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് 15 ദിവസം. അപ്പൊ ഈ 15 ദിവസം കണ്ടിന്യൂസ് സ്കാനിങ് നടക്കുമ്പോഴുള്ള തല വളരുന്നതനുസരിച്ച് ഈ ഇതും കൂടെ വളർന്നുകൊണ്ടിരിക്കും, കൂടെ തന്നെ ഒരേ സൈസിൽ വളർന്നുകൊണ്ടിരിക്കുക. 7-ാമത്തെ മാസത്തെ സ്കാനിങ്ങിലും അത് വളർന്നുകൊണ്ടിരിക്കുക. എന്നും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 7.5 മാസം ആയപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ, ഇപ്പൊ ഈ 15 ദിവസത്തിൽ എന്താ സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. 7-ാമത്തെ മാസം സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർമാര് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് എല്ലാം നോക്കിക്കഴിഞ്ഞു. തിരിച്ചിട്ടും ആ തല അവിടെ കാണാനില്ല.
ആ തല അവിടുന്ന് ഡിസപ്പിയർ ആകുവാനുണ്ട്. എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. എന്റെ ദൈവം ആ കുഞ്ഞിനെ ആ തലയെ അവിടുന്ന് ഡിസപ്പിയർ ആക്കി. അപ്പൊ ആ ഒരു 7.5 മാസം വരെ കുഞ്ഞിന്റെ വെയിറ്റ് ഗ്രാംസിലെ ഉണ്ടായിരുന്നു. അപ്പൊ 8-ാം മാസം ഫോഴ്സ്ഫുൾ സിസേറിയനാണ്. കാരണം ഞാൻ ഹൈ റിസ്ക് പേഷ്യന്റ്. ഫോഴ്സ്ഫുൾ സിസേറിയൻ ആയതുകൊണ്ട് ആ അടുത്ത 15 ദിവസം ഈ കുഞ്ഞിനെ ദൈവം, ഗ്രാംസിലുള്ള കുഞ്ഞിനെ ദൈവം 2.3 kg ആയിട്ട് പുറത്തു വരുവാനിടയായി. അതെന്താ സംഭവിച്ചേ? മെഡിക്കൽ സയൻസ് പരമായി ഇതെന്തു അതിന് ഉത്തരം എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം മിറാക്കുലസ്ലി ഒരു കുഞ്ഞിനെ കയ്യിൽ തരുവാനിടയായി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം കയ്യിൽ തന്നു. ഓക്കെ, കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷെങ്കിൽ എന്റെ ലൈഫിന് ഭയങ്കര ത്രെറ്റനിങ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്റെ പ്ലാസെന്റ പ്രീവിയ പ്ലാസെന്റ അക്രീറ്റയിലോട്ട് മാറി. അപ്പൊ അക്രീറ്റ അടുത്ത ലെവലിലോട്ട് മാറി. അക്രീറ്റ എന്ന് പറഞ്ഞാൽ എന്റെ പ്ലാസെന്റ യൂട്രസ് വാളിലെല്ലാം ഒട്ടിപ്പിടിച്ചു. അപ്പം പ്ലാസെന്റ ഒരു ടൈമിനുള്ളിൽ വലിച്ചെടുക്കണം. ആ വലിച്ചെടുക്കുന്ന സമയത്ത് യൂട്രസ് പുറത്ത് ചാടുവാനിടയായി. യൂട്രസും കൂടെ വന്നപ്പോൾ അടിയിൽ നിന്ന് ആർട്ടറി കട്ടായി. അപ്പൊ ആർട്ടറി കട്ടായപ്പോൾ ഡോക്ടർമാരുടെ ചിന്ത പ്ലാസെന്റൽ ബ്ലീഡിംഗ് ആണ്. പക്ഷെ പ്ലാസെന്റൽ ബ്ലീഡിംഗ് അല്ല, ഈ ആർട്ടറി കട്ട്. ഇവർ ഈ ആർട്ടറി കട്ടായ വിവരം അറിയുന്നില്ല. ഇവര് പ്ലാസെന്റൽ ബ്ലീഡിംഗ്. അപ്പൊ ഞാൻ ഓൾറെഡി പാനിക് ആകാൻ തുടങ്ങി. ഞാൻ ദീർഘശ്വാസം, എന്റെ കണ്ണൊക്കെ അങ്ങ് മറിഞ്ഞു. ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് ഡെഡ് ആയി. എന്റെ വൈറ്റൽസ് എല്ലാം പോയി, എല്ലാം പോയി. ഞാൻ കണ്ണെല്ലാം മറിഞ്ഞു. അപ്പോൾ ഇവര് പെട്ടെന്ന് ജയിച്ചാനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തോട്ട് വിളിപ്പിച്ചു. പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാം ഓടുന്നു, അവിടെ ഇവിടെ എല്ലാം ചെയ്യുന്നു. ജയിച്ചാനെ വിളിച്ച സമയത്ത് ജയിച്ചാൻ തിയേറ്ററിൽ കടന്നു വരും. തിയേറ്ററിലോട്ട് കടന്നു വന്നപ്പോൾ ജയിച്ചാൻ ഡോക്ടർ പറഞ്ഞു, സംടൈംസ് വി മേ നോട്ട് സേവ് ഹർ. പുള്ളിക്കാരിയെ സേവ് ചെയ്യാൻ കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ജയിച്ചാൻ പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്കൊരു കൺസെന്റും കൂടെ എഴുതി തരണം എന്ന് ചോദിച്ചു. തിയേറ്ററിന്റെ അകത്താ വിളിച്ചു ചോദിക്കുന്നത്. അപ്പം ജയിച്ചാൻ പറഞ്ഞു, ഡോക്ടറിന് ചെയ്യേണ്ട എല്ലാം ഡോക്ടർ ചെയ്തു. യൂട്രസ് എടുത്ത് മാറ്റണോ, എന്ത് ചെയ്യണോ, കൺസെന്റ് എഴുതണം, കൺസെന്റ് എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷെ എനിക്കറിയാം ഇവള് ജീവനോട് വന്ന് എന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇവളാണ് ജീവനോട് വരുന്നതെന്നുള്ളത് ഡോക്ടറിനോട് ജയിച്ചാൻ പറയുവാനിടയായി. അത് കേട്ട ഉടനെ അവരെന്നെ പമ്പ് ചെയ്യുകയും എന്റെ കാലയിൽ എന്തൊക്കെ പിടിപ്പിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി അവര്, അപ്പം ഈ ആർട്ടറി കട്ടായ വിവരം അവര് പിന്നെ അറിഞ്ഞപ്പോ അവര് ക്ലാമ്പ് ഇട്ടു. അപ്പൊ ആർട്ടറി കെട്ടാൻ വാസ്കുലർ സർജൻ തന്നെ വേണം. അപ്പൊ വാസ്കുലർ സർജൻ അവിടെ ഇല്ല. അടുത്ത ഹോസ്പിറ്റലിൽ കോൾ ചെയ്യുവാനിടയാണ്. അപ്പൊ ആ വാസ്കുലർ സർജൻ ആ ഹോസ്പിറ്റലിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയോട് പറഞ്ഞു, ഡോക്ടർ പെട്ടെന്നൊന്ന് വരണം. പുള്ളി കയറിക്കൊണ്ടിരിക്കുന്ന വ്യക്തി വണ്ടി തിരിച്ച് 5 മിനിറ്റും കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ എത്തുകയും വാസ്കുലർ എന്റെ ആർട്ടറി കെട്ടുകയും ചെയ്തു. ആർട്ടറി കെട്ടിക്കഴിഞ്ഞിട്ട് ഇവരെന്നെ ജയിച്ചാൻ അങ്ങനെ പറഞ്ഞപ്പോ ഇവരെന്നെ പമ്പ് ചെയ്തു. കാലയിലൊക്കെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ബോധമില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് എന്റെ കണ്ണെല്ലാം ഞാൻ അങ്ങ് മറിച്ചു. ഇങ്ങനെ പമ്പ് ചെയ്ത് എടുത്തപ്പോ ഞാൻ പെട്ടെന്ന് മെല്ലെ എന്റെ കണ്ണ് തുറക്കാനും ശരി ഒരു അനക്കം വരുവാനിടയായി. കണ്ണ് തുറന്ന് നല്ലൊരു കോൺഷ്യസിൽ കണ്ണ് തുറക്കുമ്പോൾ എന്റെ സൈഡിൽ ജയിച്ചാൻ നിൽക്കുന്നു. അപ്പൊ സൈഡിൽ ജയിച്ചാൻ നിൽക്കുമ്പോൾ ജയിച്ചാൻ എന്നെ ഇങ്ങനൊന്ന് കാണിച്ചു. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ എനിക്ക് കിട്ടിയ എന്റെ ഒരു ചിന്തയിൽ വന്ന കാര്യം, ഓക്കെ എല്ലാം ഓക്കെ ആണ്. അപ്പൊ ആ ഓക്കെ ആണെന്ന് പറഞ്ഞ കാര്യം ജയിച്ചാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. എന്തിനാ കാണിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്തത് എനിക്കൊരു പ്രത്യാശ ആ പ്രത്യാശ എന്നെ ബലപ്പെടുത്തി. അപ്പൊ അവസാന നിമിഷം വരെ പിശാച് ട്രൈ ചെയ്തു എന്നെ ഇത് തന്നെ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇത്രയും 6 മിസ്കാരേജ് നടക്കുമ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്. 60 വർഷമായിട്ട് ഇവിടെ സുശേഷകരുടെ ജീവിതത്തിൽ മലയാളിയായിട്ടുള്ള ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി. പക്ഷെ അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അമ്മച്ചി ആ ഫസ്റ്റ് മിസ്കാരേജ് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു, മോളെ അടുത്ത പ്രാവശ്യം പ്രഗ്നന്റ് ആകുമ്പോൾ രാജസ്ഥാനി മമ്മിയുടെ അടുത്ത് പൊക്കോണം, എന്നിട്ട് പ്രസവിച്ചെല്ലാം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരാമോ.
അപ്പൊ ഞാനിത് ഓർക്കും, അമ്മച്ചി അപ്പൊ എല്ലാ മിസ്കാരേജിലും 6 മിസ്കാരേജിലും അമ്മച്ചി എന്നെ ഒത്തിരി വഴക്ക് പറയും. ഞാൻ നിന്നോട് പറയത്തില്ലേ നീ പക്ഷെ എന്റെ ഉള്ളില് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇവിടെ ഈ ദേശത്താണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ നന്മ ഈ ദേശത്ത് കണ്ടില്ലെങ്കിൽ അയ്യോ കഷ്ടം. എനിക്ക് ദൈവത്തിന്റെ ആ വൻ പ്രവൃത്തിയെ, ആ വലിയ കാര്യങ്ങളെ ഈ ദേശത്ത് തന്നെ കാണുകയും വർണ്ണിക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ എങ്ങും ഓടിപ്പോകാൻ പോകുന്നില്ല, ഞാൻ എങ്ങും പോകാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്ന് ഈ ദേശത്ത്, അപ്പൊ ഞാൻ രാജസ്ഥാനിലൊന്നും പോകാൻ പോയില്ല, ഇവിടെ തന്നെ നിന്ന്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ വലിയൊരു സാക്ഷ്യം ദൈവം തന്നത്. കഷ്ടപ്പാടുകൾ വന്നു, സത്യമാണ്, നിരാശകൾ ജീവിതത്തിൽ കടന്നു, പക്ഷെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ഗോഡ് കാണുക എനിക്ക് ദൈവം ഇത് കാരണം, ആ ഒരു നിർണയം കാരണം ദൈവം എനിക്ക് അതിന് സഹായിച്ചു. അങ്ങനെ ജീവിതത്തിലെ പല 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 അനുഭവങ്ങൾ ദൈവം ജീവിതത്തിൽ തന്നിട്ടുണ്ട്. സാക്ഷാൽ ഞാൻ ദൈവദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനും എൻ്റെ 6 വയസ്സുള്ള മൂത്ത കുഞ്ഞും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. ഇപ്പൊ ഇവിടെ വെക്കേഷനിൽ ഞാൻ രാജസ്ഥാനി വീട്ടിലേക്ക് പോകുമ്പോൾ ബിക്കാനീർ സ്റ്റേഷൻ, ബിക്കാനീറിന് മുമ്പ് ലാൽഗഡ് വരും. അപ്പം ലാൽഗഡിൽ സ്റ്റോപ്പ് ഇല്ലെന്നുള്ള വിവരം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ വണ്ടി അന്ന് അവിടെ നിന്നു, ട്രെയിൻ അവിടെ നിന്നു. അപ്പൊ ഞാൻ സെക്കൻഡ് AC-യിലാണ്. അപ്പൊ ഞാനും കുഞ്ഞും കൂടി ഇരിക്കുക, വേറെ ആരും ഇല്ല, ഞങ്ങൾ 2 പേരും കൂടെ. മോന് 6 വയസ്സ്. അപ്പം മോൻ ഇങ്ങനെ ഈ ആസിഡിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിട്ട് വെളുപ്പിന് 7 മണിക്കാണ് ലാൽഗഡ് എത്തിയേക്കുന്നത്. അപ്പൊ ഞാൻ എന്നാ ഒരു പാൽ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം, അല്ലെങ്കിൽ എന്തേലും ഒന്ന് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങ് മുമ്പോട്ട് അങ്ങ് നടന്നുപോയി. ഞാൻ ഇറങ്ങിയും ട്രെയിൻ അങ്ങ് വിട്ടുപോയി, ട്രെയിൻ അങ്ങ് സ്റ്റാർട്ടായി. ഞാൻ ഈ വിവരം അറിയുന്നില്ല. കൊച്ചകത്ത് കിടന്ന് മമ്മ ട്രെയിൻ പോയി, മമ്മ കം ബാക്ക്, ട്രെയിൻ പോയി എന്ന് കിടന്ന് അലക്കിയ. പക്ഷെ ഞാൻ ഇതൊന്നും കേൾക്കുന്നുമില്ല, കാരണം AC-യിലായോണ്ട് അറിയുന്നില്ല. ഞാൻ മുമ്പോട്ട് കടന്നുപോയപ്പോ ഞാനൊരു ഒന്നും കാണുന്നില്ല. അപ്പൊ ഒരു ബിസ്ക്കറ്റും ഒരു 5 രൂപയുടെ നംകീനും വാങ്ങിച്ചിട്ട് 100 രൂപ നോക്ക് ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കുകയില്ല. ഞാൻ പുറമോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ട്രെയിൻ സ്പീഡ് പിടിച്ചു. അപ്പൊ ഇനി മുമ്പോട്ട് AC കമ്പാർട്ട്മെന്റ് ഒക്കെ എങ്ങോ പോയി. ലാസ്റ്റ് ബോഗി ഓഫ് സ്ലീപ്പർ പോകുന്നു, പിന്നെ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ഞാൻ അയാൾക്ക് 100 രൂപ കൊടുത്തിട്ട് പെട്ടെന്ന് ട്രെയിനിലോട്ട് ഓടിയെത്തി. ട്രെയിനിലോട്ട് ഓടുക. അപ്പൊ പ്ലാറ്റ്ഫോമിൽ കൂടി ഓടുമ്പോൾ എനിക്ക് ആൾക്കാരെല്ലാം പറയുക, സിസ്റ്റർ കൈ പിച്ചടിച്ചോ, എവിടെയെങ്കിലും ഒന്ന് കേറ്. ഞാൻ അന്നേരം ഓർക്കോ ഇങ്ങനെ കേറാനാ, സ്പീഡ് പിടിച്ചു. പിന്നെ ഞാൻ പുറമോട്ട് നോക്കുമ്പോൾ ഒരു ബോഗിയും കൂടെ ഉണ്ട്, ജനറൽ കമ്പാർട്ട്മെന്റ്. അതിലൊരു സ്കിന്നി ആയിട്ടുള്ള ഒരു വ്യക്തി നിൽപ്പുണ്ട്. ആ വ്യക്തി ഒരു ലൈറ്റ് യെല്ലോ കളറിന്റെ ഷർട്ട് ഇട്ടേക്കുക. അത്ര എനിക്ക് അറിയത്തുള്ളൂ. സ്കിന്നി ആയിട്ട് വളരെ അപ്പൊ ആ വ്യക്തിയുടെ സൈസ് വെച്ച് എന്റെ സൈസ് നോക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയെക്കാളും 2 or 3 ഇരട്ടി വലുപ്പമുണ്ട്. പക്ഷെ സ്കിന്നി ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പം ലാസ്റ്റ് ബോഗിയാണ്. ഞാൻ ആ വ്യക്തിയുടെ കണ്ണിലോട്ട് നോക്കിയപ്പോൾ അപ്പം ട്രെയിൻ ഭയങ്കര സ്പീഡ് പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ വ്യക്തിയുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ ആ വ്യക്തി എന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്റെ കൂടെ മോൾ ഓടാൻ പറഞ്ഞു. മേരെ സാത്ത് ഭാഗവും. ഞാൻ കരഞ്ഞോണ്ടില്ലേ ഓടുന്നേ. അപ്പൊ ഞാൻ ആ കൈ എനിക്ക് നീട്ടി തന്നപ്പോൾ ഞാൻ ആ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് എന്നോട് ഓടാൻ പറഞ്ഞു, കൂടെ ഓടാൻ പറഞ്ഞു. ഞാൻ ഓടിക്കൊണ്ടിരുന്നു. ഞാൻ എപ്പോഴാ കയറിയെന്നൊന്നും എനിക്കറിയത്തില്ല. പുള്ളി എന്നെ വലിച്ച് അകത്തോട്ടിടാം. അപ്പൊ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടോട്ട് ഞാൻ ഇങ്ങനെ പോയി അങ്ങ് മറിഞ്ഞടിച്ച് വീണു. അപ്പൊ മറിഞ്ഞടിച്ച് വീണപ്പോൾ ഞാൻ പെട്ടെന്ന് പുറമോട്ട് തിരിഞ്ഞ് താങ്ക് യു പറയാൻ വേണ്ടി പുറമോട്ട് തിരികെ ഞാൻ ആരെയും അവിടെ കാണുന്നില്ല. എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ വീണേ,
എന്ന് ആൾക്കാർ എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ യെല്ലോ കളർ ഷർട്ട് ഇട്ട് ഭയ്യ എന്നെ വലിച്ചിട്ടു. ഏത് യെല്ലോ കളർ ഇട്ട്? ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ഭയ്യ നിപ്പുണ്ടായിരുന്നു യെല്ലോ കളർ. നോ കോയിൻ ആയത്. എനിക്കറിയത്തില്ല ആരാ. എനിക്ക് താങ്ക് യു പറയാൻ പോലും ഒരാൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ എന്നെ ഒരാള് അവിടെ അകത്തോട്ട് വലിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പോ പ്രശ്നം, ഞാന് ഓക്കെ ഇത് കണ്ട് ഞാൻ ഓടി മോന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി. മോൻ 6 വയസ്സേ ഉള്ളൂ. മോന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഞാൻ ഓടുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റും മുമ്പിലത്തെ കമ്പാർട്ട്മെന്റും തമ്മിൽ ഒരു എന്താ പറയുന്ന ബ്ലോക്കേജ് ഉണ്ടല്ലോ. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ നെഞ്ചത്തടിച്ച് പിന്നെയും കരയുവാ. കാരണം എന്റെ പേടി എന്തോ, കുഞ്ഞുങ്ങാണ് ഇനി മമ്മിയെ കാണാൻ വേണ്ടി വാതിക്കെ വല്ലതും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എന്താകും, ഇനി എന്ത് ഒറ്റയ്ക്ക് കണ്ട് കുഞ്ഞ് പേടിച്ചു പോകും. പല പ്രശ്നങ്ങൾ എന്റെ മനസ്സിൽ കൂടെ. ഒരു അമ്മയില്ല. ഞാൻ നെഞ്ചത്തടിച്ചങ്ങ് കരയുന്നുണ്ട്. യേശുപ്പച്ചാ, എനിക്ക് എന്റെ കുഞ്ഞിന്റെ അടുത്തോട്ട് എനിക്ക് പോകണം കർത്താവേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നെഞ്ചത്തടിച്ച് ഉറക്കെ അലച്ച്. ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്ത് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ഭ്രാന്തിയെ പോലെ കിടന്നങ്ങ് കരയുക. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ വെളുത്ത നിലയിൽ കിടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ മൂന്നാമത്തെ ഇങ്ങനെ ഈ മോളിൽ കിടക്കോ ഇരിക്കും എന്തോ ചെയ്ത് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ക്യാ ഹുവാ ബഹൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയ്യാ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് ചെയിൻ വലിക്കുവാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പോക്കോളാൻ പറഞ്ഞു. ചെയിൻ വലിച്ചു. ട്രെയിൻ നിന്നു. ഞാൻ ഇറങ്ങി ഓടി. ഒത്തിരി ഓടണം. സെക്കൻഡ് എ സിയിലാണ് ഓടി. ഞാനൊന്ന് കയറി. സെക്കൻഡ് എ സി കയറി. കൊച്ചിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോ എന്റെ കുഞ്ഞ്, ജീസസ് മൈ മമ്മ ഈസ് ലോസ്റ്റ്, മൈ മമ്മ ഈസ് ലോസ്റ്റ്, ജീസസ് എന്ന് പറഞ്ഞ് കൊച്ചു കർട്ടനും ഇട്ടിട്ട് നെഞ്ച് തടിച്ചു കരയും. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വരുവാനിടയായി. കാരണം ഫ്ലൈറ്റ് ഇത് നിന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നപ്പോ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറ്റി സിസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. നിങ്ങളുടെ കൂടെ ആരുണ്ടെന്ന്. ഞാനും മോനേ ഉള്ളൂ. അപ്പൊ അവരെന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് എനിക്കൊന്ന് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇനി ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി 1/2 മണിക്കൂർ അവിടെ ആ ട്രെയിന് അവിടെ നിൽക്കുവാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ വലിയൊരു കരുതലിനെ, ഒരു പ്രൊട്ടക്ഷനെ എനിക്ക് അന്ന് മനസ്സിലാക്കുക. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് എന്ത് നീടുണ്ടോ സ്വർഗദൂതനെ അയക്കണം. സ്വർഗദൂതനെ ദൈവം അയച്ച് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. 121 സങ്കീർത്തനം, ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറയാം. ഞങ്ങളുടെ വീട് എൻ്റെ ഒരു ഇന്നോസിന്റെ വീട് പ്രാർത്ഥിക്കുന്ന ഒരു വീടാണ്, പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമാണ്. അവിടെ അപ്പൊ മോളത്തെ നില മൊത്തം ചർച്ച് ഹോളാണ്, താഴത്തെ നിലയാണ് നമ്മുടെ വീട്. അപ്പൊ മോളത്തെ ഹോള് അപ്പച്ചൻ ഏജിയിലെ പാസ്റ്റർ ആയിരുന്നു, അപ്പച്ചനില്ല. ആ സമയത്ത് 24 മണിക്കൂറും പ്രാർത്ഥന നടക്കുന്നത് പറഞ്ഞ സത്യമാണ്. ഇല്ല, അതിലൊരു ഇതില്ല. എപ്പോഴും അവിടെ പ്രാർത്ഥിക്കാൻ ആളുകൾ, ഏത് സമയത്ത്, രാത്രിയിലെ സമയത്താണേലും പകലാണേലും ആൾക്കാർ, കാരണം ഓപ്പൺ ആണ്, ആൾക്കാർ വന്നും പ്രാർത്ഥിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങളുടെ വീടാണേലും ഒത്തിരി പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ഒരു വീടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ 2 സൈഡിലും 2 സഹോദരന്മാര്, മുസ്ലിം ആയിട്ടുള്ള 2 സഹോദരന്മാരാണ് 2 സൈഡിലും താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ അമ്മയ്ക്ക് എപ്പോഴും ആഗ്രഹം എന്തുവാ, ഈ നടുക്കുള്ള ഞങ്ങൾ അവിടെ നിന്ന് മാറിയാല് കൊച്ചുങ്ങൾക്ക് ഒരുമിച്ച് അവരുടെ മക്കള്. അപ്പൊ അവിടുത്തെ അമ്മയുടെ ഒരു ഇതാ. അപ്പൊ ആ അമ്മ ആകുന്ന ട്രൈ ചെയ്തു, പൊളിറ്റിക്കലി പൈസ തന്ന് കൂടുതൽ ഓഫർ ചെയ്ത് വഴക്കുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, എല്ലാ രീതിയിലും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരു ആരാധനാലയമുണ്ട്, ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്, ഞങ്ങൾ വിൽക്കത്തില്ല, എല്ലാം നമ്മൾ ഒന്നിനും സമ്മതിക്കാനുണ്ട്. അവർ ലാസ്റ്റില് ട്രൈ ചെയ്തത് ഒരു അവരുടെ താന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യുകയും ആ വ്യക്തി രാത്രി അപ്പം ഭയങ്കര വിദ്യ പ്രാപിച്ചൊരു വ്യക്തിയാണ്. രാത്രി 12 മണിയായപ്പോൾ എന്തോ ചെയ്യാൻ വേണ്ടി അവിടെ കടന്നു വരുവാനിടയാണ്.
12 മണിക്ക് ശേഷം. അപ്പൊ അങ്ങനെ ആ പുള്ളി എന്തോ ചെയ്യാൻ കടന്നു വന്ന സമയത്ത് വലിയൊരു ഒരു ലൈറ്റ് പുള്ളിയുടെ മേളിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ മറിഞ്ഞടിച്ച് വീഴുവാനിടയായി. മറിഞ്ഞടിച്ച് വീണപ്പോൾ പുള്ളിക്ക് പനിയായി. പുള്ളി തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ അമ്മ എങ്ങാനും ചോദിച്ചു കാണുമായിരിക്കും, വന്നില്ലേ, ചെയ്തില്ലേ എന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചു കാണും. അപ്പൊ പറഞ്ഞു അവരുടെ വീടിന്റെ മുകളിൽ ഒരു ഡയമണ്ട് വെച്ചിട്ടുണ്ട്, ആ ഡയമണ്ടിൽ നിന്ന് ഒരു ലൈറ്റ് എന്നെ അടിക്കി. അപ്പൊ നമ്മള് ബന്ധുക്കോസുകാരല്ലേ, നമ്മൾ ആവരണം ഒന്നും ഉപയോഗിക്കാത്തവർ. അപ്പൊ നമ്മള് പെരയുടെ മുകളിൽ ഒരു ഡയമണ്ട് കൊണ്ട് വെച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ ഈ അമ്മ വന്ന് അമ്മച്ചിയോട് ചോദിച്ചു, എന്റെ മദറിനോട് ചോദിച്ചു, നിങ്ങളെ മോളി ഡയമണ്ട് വല്ലതും വെച്ചിട്ടുണ്ടോ? അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇല്ല. എന്താ? നിങ്ങൾ ഇങ്ങനെ സമ്മതിക്കാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അയാളെ ഇങ്ങനെ ഒരു വെട്ടം വന്നടി. എന്തുവാ അത്? ഒന്നുമില്ല, ഞങ്ങളോ ഉറങ്ങുമായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ തന്റെ ദൂതന്മാരെ ഊരിപ്പിടിച്ച വാളുമായി അവിടെ നിർത്തിയത് കൊണ്ട് ആ വാളിൽ നിന്ന് വന്ന വെട്ടം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൂതന്മാര് അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാവല് നിന്നിട്ട് ഇന്ന് ആ വീട്ടുകാർ എന്തൊരു സ്നേഹമാണെന്നറിയാം. ഏത് രീതിയിലും ഞങ്ങളെ സഹായിക്കാൻ. കാരണം അവര് വ്യക്തമായിട്ട് ഇവരെ തൊടാൻ പാടില്ല. ഇന്ന് ഞങ്ങളെ ആ ദേശത്ത് ആരാധനയ്ക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ദൈവം അങ്ങനെ അവരെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ വലിയൊരു വിടുതല്, കരുതൽ ഞങ്ങൾക്ക് അവിടെ കാണുവാനിട. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ പറയുവാണെങ്കിൽ ഒത്തിരി, എത്ര നേരം വേണമെങ്കിലും പറയുവാൻ കഴിയും. ഓരോ ഞാൻ ദൈവത്തിന്റെ വലിയ കരുതലുകൾ അങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണേലും മിനിസ്ട്രിയിലാണേലും പിശാച് പിടിച്ചവരും പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ വന്നതിന്റെ ആരംഭ സമയത്തുള്ള കാര്യങ്ങളാണ്. 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കയിലെ ഒരു ഹെഡ് മിസ്ട്രസ് ആയ ഒരു സ്ത്രീ ഭയങ്കര നിരാശയിൽ കൂടി കടന്നു പോവുകയാണ്. പുള്ളിക്കാരി വിധവയാണ്. പക്ഷെ ഈ പുള്ളിക്കാരി ഭയങ്കര ഇതില്ല. പക്ഷെ ഞങ്ങളുടെ ഈ ഡ്രമ്മിന്റെ ശബ്ദം കേട്ട് പുള്ളിക്കാരി ആകർഷിക്കപ്പെട്ട് ഇങ്ങനെ കയറി അങ്ങ് വരുവാനിടയായി. കയറി വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആരാധനയുടെ ഇടയ്ക്ക് ബാധ ഇളകുവാനിടയായി. ഭയങ്കരമായിട്ട് പിശാച് ഇളകി. പുള്ളിക്കാരിയുടെ കയ്യിലിരുന്ന ടൈറ്റൻ വാച്ചും കണ്ണാടി എല്ലാം പൊട്ടി ഞുറുക്കി കളഞ്ഞു. അതുപോലൊരു ബലത്തോട് ഞങ്ങളിങ്ങനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ജയിച്ചാൽ തലേ കൈ വെച്ചൊക്കെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ഒരു വിടുതലുണ്ടാകും. ആ പുള്ളിക്കാരിയെ പറ്റി നമുക്ക് വലിയ അറിയത്തില്ല. അന്ന് ചെന്ന് കയറി വന്നതല്ല. ഹെഡ്മിസ്ട്രസ് ആണ്. പിന്നെ ചോദിച്ച് മനസ്സിലാക്കുവാനൊക്കെ ഇവിടെ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളപ്പോ 3-ാമത്തെ ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പൊ ഈ ഞങ്ങളുടെ വീടും ഇതും തമ്മിൽ 7 കിലോമീറ്ററിന്റെ ദൂരമുണ്ട് ഈ പ്രാർത്ഥന നടന്ന സ്ഥലം. അപ്പൊ ഈ സിസ്റ്ററിനെ ഞങ്ങൾ വണ്ടിയെ ഇരുത്തി അങ്ങ് പറഞ്ഞു വിട്ടു, വിക്രത്തിലെത്തി പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ വീട്ടിൽ വരുമ്പോൾ ജയിച്ചാൻ എന്നോട് പറഞ്ഞു, നീ എന്ന കഞ്ഞി വെക്ക്, ഞാൻ എന്തെങ്കിലും കറി വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ മോനും ജയിച്ചാനും കൂടെ കറി വാങ്ങാൻ വേണ്ടി കടന്നു പോകുവാനിടയായി. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വീട്ടില്. ഞാൻ ഈ കഞ്ഞി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു നാറ്റം. അപ്പൊ ഇതെന്തോ നാറ്റം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോ ഈ സ്ത്രീ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ, ഞങ്ങളിപ്പോ വണ്ടിയെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ 7 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ മാം എങ്ങനെ ഇവിടെ വന്നേന്ന് ഞാനിങ്ങനെ സംസാരിക്കും. ഇത് സ്ത്രീ എന്നെ ആ രൂപത്തിൽ തന്നെ വന്നൊരു സ്ത്രീ, ആ സാരി ഉടുത്ത്, ആ കണ്ണാടി ഇട്ട്, ഇങ്ങനെ എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നെ വല്ലാതെ ഉപദ്രവിച്ച് എന്റെ കയ്യിലെല്ലാം മാന്തി പറിച്ച്, എന്റെ പുറത്ത് എന്റെ മുടിയെല്ലാം പിടിച്ചു വലിച്ച് മാന്തി പറിച്ച് മൊത്തം ചോര ഒലിക്കാൻ വരെ തുടങ്ങി.
അപ്പൊ ഞാനത് ഈ സ്ത്രീക്ക് എന്ത് പറ്റി? ഞാൻ ഞാൻ അങ്ങനെ എന്റെ ഉള്ളിൽ പറയാ, അന്യ ഭാഷയിൽ നീ ആരാധിക്കും, അന്യ ഭാഷയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഞാൻ അന്യ ഭാഷ ആരാധിച്ചു. 10 മിനിറ്റ് ആരാധിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വായം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ഞാൻ നിന്നെ കരിച്ച് നശിപ്പിക്കുന്നു, ചാമ്പലാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. ഞാൻ അങ്ങനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കെ പെട്ടെന്ന് ഇവരെ എന്നെ പൊള്ളുന്നേ എന്ന് പറഞ്ഞ് ഇവരങ്ങ് ഇറങ്ങിപ്പോകുവാനിടയായി. അപ്പൊ ഇറങ്ങിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. എന്നെ പൊള്ളുന്നേ എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോയി. അപ്പൊ പെട്ടെന്ന് ഞാൻ ബൈബിൾ കോളേജിലെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ പുറത്ത് നിൽപ്പുണ്ട്, എന്റെ ക്വാർട്ടേഴ്സിന്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, അമിത്, 2-3 പിള്ളേർ നിൽപ്പുണ്ടാകുന്നുണ്ട്, അമിത് ഒരു ലേഡി ഇപ്പൊ പോയോ? ഇല്ല മാം, ആരും പോയില്ലെന്ന് പറഞ്ഞു. അപ്പൊ സെമിനാരിക്കകത്ത് കയറി വരണമെങ്കിൽ രജിസ്റ്റർ സൈൻ ചെയ്യണം, അല്ലാതെ വേറെ കയറാനും പറ്റത്തില്ല, സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ജയിച്ചാൽ അന്നേരം വരികയും കൂടി ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചാച്ചൻ പെട്ടെന്ന് പോയി രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ഒരു മാം വന്നായിരുന്നു നോക്കാം. രജിസ്റ്ററിലും ആരുമില്ല. സെക്യൂരിറ്റി ആരെങ്കിലും പുറത്തു പോയോ? ആരുമില്ല. ആരാ? ഒന്നും അറിയത്തില്ല. പക്ഷെ അന്ന് ദൈവം എന്നെ ശുശ്രൂഷിപ്പാൻ ഒരു ശക്തി തന്നു. എന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. എന്റെ ഉള്ളിൽ നിന്ന് സകല പേടി മാറ്റി എനിക്കൊരു ധൈര്യം തന്നു. ഒരു പുതിയ ശുശ്രൂഷയാണ് ദൈവമേ. അങ്ങനെ ഒറ്റേറെ അനുഭവങ്ങൾ പറയുവാനുണ്ട് പാസ്റ്ററെ. ദൈവത്തിന്റെ വലിയ കരുതലുകളാണ് ഞങ്ങൾ ഓരോ ദിവസം അനുഭവിക്കുന്നത്. ഞാൻ ഈ എല്ലാ അനുഭവങ്ങൾക്കായി സകല മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കും. കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈ അനുഭവ സാക്ഷ്യം ഒരു ബലമാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരു പ്രാവശ്യം കൂടെ മഹിമപ്പെടുമാറാകട്ടെ. ദൈവം നടത്തിയ അത്ഭുതകരമായ അതിശയകരമായ വഴികളെക്കുറിച്ച്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസി പ്രിയ ഷിബി സിസ്റ്ററിന് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാജസ്ഥാനിൽ മിഷണറി ദൗത്യവുമായിട്ട് കർത്താവിൻ്റെ വേലയിൽ 47 വർഷം ആയിരുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ പാലിയങ്കളുടെ മൂത്ത മകൾ അഭിമുഖീകരിച്ച കടന്നുപോയതായ ആ ജീവിത പാതകൾ, ദൈവത്തെ രുചിച്ചറിഞ്ഞ ആ നല്ല ദിനങ്ങൾ, നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പൈശാചികൻ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി വളരെയേറെ പദ്ധതികൾ ഒരുക്കി. അതെ, മാതാപിതാക്കന്മാരോടുള്ളതായ ആ വൈരാഗ്യം, അല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ സുവിശേഷ നിമിത്തം മാതാപിതാക്കന്മാർക്ക് എതിരായി നിന്നപ്പോൾ തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടി കാട്ടിലുപേക്ഷിക്കപ്പെട്ടതായ ആ ബാല്യകാലം, ആ വഴി നടന്നു വന്നതായ പ്രിയ പിതാവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകാമായിരുന്ന ആ ഒരു സാഹചര്യം ഞാൻ ഓർത്തു പോകുകയായിരുന്നു. ഒരു പക്ഷെങ്കിൽ ആ സുവിശേഷ വിരോധികളാൽ നശിപ്പിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ, അല്ലെങ്കിൽ അവിടെ കിടന്ന് ആരും കാണാതെ വേറെ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഈ നിലയിൽ കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നത് കൊണ്ട്, ആമേൻ, ആ വലിയ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് മടങ്ങി വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. സ്തോത്രം. പിന്നീട് ഇങ്ങോട്ട് തുടർമാനമായ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ദൈവിക സാന്നിധ്യങ്ങൾ, നേരിട്ട് അനുഭവിച്ച, മറ്റാരുടെയും അനുഭവങ്ങൾ കടമെടുത്തതല്ല, നേരിട്ട് അനുഭവിച്ച ദൈവിക സാന്നിധ്യങ്ങൾ. ഭവനത്തിൽ ആഹാരമില്ലാതെയിരുന്ന സമയത്ത് ആഹാരം വീട്ടിനകത്ത് കൊണ്ടുതന്നു. ട്രെയിനിൽ നടന്ന ആ വലിയ സംഭവം, തലമുറകളോടുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള അത്ഭുതകരമായ വിടുതലുകൾ,
അങ്ങനെ എണ്ണി എണ്ണി എത്രയോ അത്ഭുതങ്ങൾ പറയുവാൻ തക്കവണ്ണം ജീവിതത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസിയെ ദൈവം ഇന്നും ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, തലമുറകൾ, ആത്മീയ ജീവിതം, ശുശ്രൂഷയുടെ തലങ്ങൾ ഒക്കെ ദൈവം തന്നു, അനുഗ്രഹിച്ചു. അതെ, ആ വാത്സല്യ മാതാപിതാക്കന്മാർ അവരുടെ കണ്ണുനീരിൻ്റെയും അവരുടെ പ്രാർത്ഥനയുടെയും മറുപടി എന്ന വണ്ണം ഇന്നും ആ ദൗത്യം തുടരുവാൻ മിഷണറി ദൗത്യവുമായിട്ട് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് കർത്താവിൻ്റെ വേലയിൽ ശക്തമായി മുന്നോട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെ ആമേന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്നതായ മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആമേൻ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും സമാനതകളില്ലാത്തതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ശുശ്രൂഷ തലങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിന്, വിശ്വാസത്തിന് ഉറപ്പിക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ സാക്ഷ്യവും നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കായിരിക്കുന്നിടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആഗ്രഹമാക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷിബി സിസ്റ്റർ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കുകയും ഒരു സമർപ്പണത്തോട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല ദിനത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങ് ദൈവമേ, അങ്ങ് നിശ്ചയിച്ച ഒരു സമയമായിരുന്നു. ആ പെർഫെക്റ്റ് പ്ലാനില് ദൈവമേ ഈ ദിവസത്തെ നീ നിയോഗിച്ചിരുന്നു. ദൈവമേ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവമേ ദൈവമേ അങ്ങയുടെ നാമത്തെ, അങ്ങയുടെ ദൈവത്താവെ വൻ പ്രവൃത്തികളെ വർണ്ണിപ്പാന് ദൈവമേ അവിടുന്ന് സഹായിച്ച നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ഓരോ അരോമ ടിവിയിലെ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യൂവേഴ്സിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകള്, അവരുടെ ദുഃഖങ്ങള്, അവരുടെ വിഷയങ്ങള്, പ്രാർത്ഥനകൾ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചൻ സകലതും അറിയുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധനെ. ഹല്ലേലൂയ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണിയിരിക്കുന്നു. എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ? ഹല്ലേലൂയ. ഇന്ന് ദൈവമേ, ഹല്ലേലൂയ, ഓരോരോ വണ്ടറിങ്സിനെ, നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഓരോ വണ്ടറിങ്സിനെ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന അനുഭവത്തെ, ശത്രു അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്ന അനുഭവത്തെ കർത്താവേ, അവരുടെ കണ്ണുനീരിനെ, അവരുടെ കഷ്ടപ്പാടുകളെ സ്വർഗത്തിലെ അപ്പച്ചൻ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവമേ, അതൊരു ചില്ലും കൊണ്ടോ മണ്ണും കൊണ്ടോ ഉണ്ടാക്കിയ ഒരു തുരുത്തിയല്ലല്ലോ കർത്താവേ. അത് അങ്ങയുടെ കർത്താവെ കരുത്തില്, അങ്ങയുടെ മടിയില് ആ കണ്ണുനീര് സുരക്ഷിതമാണല്ലോ കർത്താവേ എന്നുള്ളത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോന്നു, ആ അനുഭവത്തിൽ കർത്താവെ അങ്ങയുടെ റെക്കോർഡില് സകലതും ഓരോന്നോരോന്നായി എഴുതി വെച്ചിരിക്കുന്നു കർത്താവെ. തക്ക സമയാകുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ ഓരോ തുള്ളി കണ്ണുനീരൊഴുക്കിയാല് ദൈവമേ, ഹല്ലേലൂയ, നീ മറുപടി നൽകും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാഥാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ നിന്നെ മോഹിച്ച് ഹല്ലേലൂയ മരുഭൂമിയിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. അവിടെ ഞാൻ നിന്നോട്
കൃത്യമായി സംസാരിക്കും. നിന്റെ ആ കോറിന്റെ താഴ്വരെ ഒരു ഹല്ലേലൂയ, ഒരു 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 ഹല്ലേലൂയ പ്രത്യാശയുടെ ഒരു 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 വാതിലാക്കി മാറ്റുമെന്ന് കർത്താവെ ഹോശേയ പ്രവാചകൻ പറയുന്നത് പോലെ ഇന്ന് കർത്താവെ ഹല്ലേലൂയ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന നിന്റെ ജനത്തെ കർത്താവെ നീ ഹല്ലേലൂയ മാധുര്യമായ രീതിയിൽ ഹല്ലേലൂയ സ്വീറ്റ് ആയിട്ട് സംസാരിപ്പാനായിട്ട് അവരെ മോഹിച്ച് മരുഭൂമിയിൽ നീ കൊണ്ടുപോയെങ്കിലും നിന്റെ വചനം ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ അവരുടെ ആ കോറിന്റെ താഴ്വരെ, അവരുടെ കഷ്ടപ്പാടിന്റെ താഴ്വരെ നീ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പ്രത്യാശയുടെ വലിയൊരു ഹല്ലേലൂയ വാതിലാക്കി അതിനെ മാറ്റുമെന്ന് കർത്താവെ നിന്റെ വാഗ്ദത്തമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഇന്ന് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന നിന്റെ ദൈവത്താവെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ ദീർഘവർഷമായി ഹല്ലേലൂയ, ഹല്ലേലൂയ വളരെയധികം കർത്താവെ കഷ്ടപ്പാടിൽ കൂടി കടന്നു പോകുന്നു കർത്താവെ. മെഡിക്കൽ പരമായി പല രീതിയിലും പല കാര്യങ്ങളും അവർ കണ്ടിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സകല സമ്പത്തും കർത്താവെ ഹല്ലേലൂയ നഷ്ടമാക്കിയിരിക്കുന്നു. പക്ഷെങ്കിൽ ഒരു മറുപടി അവർക്ക് ലഭിക്കുന്നില്ല. ഇന്ന് ദൈവസന്നിധി അങ്ങനെയുള്ള ഭവനങ്ങളെ, അങ്ങനെയുള്ള കർത്താവെ സഹോദരിമാരെ, അങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ദൈവമേ അവരോട് സംസാരിക്കണമേ കർത്താവെ. തലമുറ ഇല്ലാത്തവർക്ക് കർത്താവെ നീ തലമുറകൾ നൽകണമേ. ദൈവം അവരുടെ ദൈവത്താവെ ഹല്ലേലൂയ അന്നായി അനുഗ്രഹിച്ച ദൈവം അവരുടെ ഗർഭത്തെ തുറന്ന് അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഇന്ന് കർത്താവെ ഹല്ലേലൂയ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന ജനങ്ങൾക്കായി സ്തോത്രം. മുൻപോട്ട് എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകും എന്നും ഒന്നും അറിയാതെ വലിയൊരു കർത്താവെ ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വാതിലുകൾ തുറന്ന് ദൈവം അവരെ മാനിക്കാൻ പോകുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ ദൈവമേ, ഇന്ന് എന്നെ കേൾക്കുന്ന ജനം എന്തെങ്കിലും കർത്താവെ ഹല്ലേലൂയ സംശയത്തിലായിരിക്കുന്നു. എന്താ ചെയ്യണ്ടേ, മുൻപോട്ടുള്ള മാർഗങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എങ്ങനെ മുമ്പോട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുമെന്നൊന്നും അവർക്ക് അറിയുവാൻ കഴിയുന്നില്ലല്ലോ. സംശയത്തിന്റെ മുഖത്ത് കർത്താവെ ആയിരിക്കുന്നു. എന്നാൽ അവരുടെ മുൻപിൽ അവർക്കൊരു മാർഗം കാണാതിരിക്കുമ്പോൾ പുത്തൻ വാതിലുകൾ തുറന്നു കൊടുത്ത് കർത്താവെ അവരെ മാനിക്കുകയും അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലുകളിൽ ഒരു നാളും അടയാതും പുത്തൻ വാതിലുകൾ തുറക്കുവാനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ, സുവിശേഷ വേലയ്ക്ക് താല്പര്യത്തോട് കർത്താവെ ഹല്ലേലൂയ സമർപ്പണത്തോടായിരിക്കുന്ന ജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് അവരെ കർത്താവെ നീ ഹല്ലേലൂയ അങ്ങനെ ദൈവമേ ഒരു വിളിയെ മനസ്സിലാക്കാതെ ഭവനത്തിലായിരിക്കുന്ന ദൈവമേ നീ തൊട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഈ ദിവസങ്ങൾ ചില യുവാക്കൾ ഇറങ്ങി വരട്ടെ, പുറത്തോട്ട് വരട്ടെ ദൈവമേ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, വിളിയെ മനസ്സിലാക്കാതെ ദൈവമേ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നീ വ്യക്തിപരമായ ദിവസങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്രകാരം കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവെ. ഈ ഒരു സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാസൻ ദൈവമേ ഡാനിയൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുടുംബമായി നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ ദൈവമേ അരോമ ടിവിയുടെ പ്രവർത്തനം അനേകർക്ക് ഒരു വിടുതലും ആശ്വാസമായി തീരുവാനും ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ ദൈവമേ. സകലതും യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗ നല്ല കർത്താവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി പ്രിയ ഷിബി സിസ്റ്ററെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, രാജസ്ഥാനിൽ ജനിച്ച് വളർത്തപ്പെട്ട് അവിടെ വിദ്യാഭ്യാസം ചെയ്ത ഒരാളെന്ന നിലയിൽ മലയാളം ഭാഷ എത്രത്തോളം വ്യക്തമായിട്ട് പറയുവാൻ കഴിയുമെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. കാരണം സിസ്റ്ററിൻ്റെ സാക്ഷ്യം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അരോമ ടി വിയിൽ വന്നതാണല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. അങ്ങനെ ആണ് മലയാളത്തിൽ കൂടി പറയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാമെന്നുള്ള താല്പര്യം അറിയിക്കുകയും ഇത്രത്തോളം സമയം മലയാളത്തിൽ സാക്ഷ്യം പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. യാതൊരു ഭാഷയുടെ ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഭംഗിയായിട്ട് വളരെ നന്നായിട്ട്
സാക്ഷ്യം പറഞ്ഞതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷാ മണ്ഡലങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം വേർതിരിച്ചതിന് കർത്താവ് ദാസിയോട് കുടുംബത്തോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതെല്ലാം ഞങ്ങളെ വിളിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് മുഖാന്തരം വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കുകയോ ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com